ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഇന്ന് ഗീത ക്ലാസ് നമുക്ക് ഗീത മഹാത്മ്യം പറഞ്ഞു തരുന്നതിനായിട്ട് ലളിത സുധാമയി മാതാജിയെ ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. വീണ്ടും എനിക്ക് ഒരവസരം തന്നതിന് മാതാജിക്കും പ്രഭുവിനും അതുപോലെ എൻ്റെ ശിഷ്യാഭക്തന്മാരുടെയും ഇവിടെയുള്ള എല്ലാ ഭക്തന്മാരുടെയും പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. നമുക്ക് ആർക്കും ഒരു പരമ്പരകളുടെയും ഭഗവാന്റെയും ശ്രീ രാധാകൃഷ്ണന്റെയും അനുഭവത്തിനായി പ്രാർത്ഥിക്കാം. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത മഹാത്മ്യം മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. മലിനേമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സഗദ്ഗീതാമൃതസ്നാനം സംസാരമരനാശനം. നിത്യവും ജലത്തിൽ സ്നാനം ചെയ്ത് ദേഹശുദ്ധി വരുത്താം. എന്നാൽ ഭഗവത്ഗീതയാകുന്ന ഗംഗാജലത്തിൽ ഒരിക്കലെങ്കിലും സ്നാനം ചെയ്യുന്ന വ്യക്തിയുടെ ഭൗതിക ജീവിതത്തിലെ എല്ലാ മാലിന്യങ്ങളും നശിച്ചു പോകുന്നു. നമ്മൾ ദിവസവും നിത്യേന കുളിക്കാറുണ്ട് അല്ലെ? ഇപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ മിനിമം 3 തവണയെങ്കിലും നമ്മൾ കുളിക്കും. എന്തുകൊണ്ടാണ്? കാരണം അത് നമ്മളെ ശരീരത്തിനെ ശുദ്ധിയാക്കുന്നതിന് വേണ്ടി നമ്മൾ കുളിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലും ഒരുപാട് ജന്മജന്മാന്തരങ്ങളായിട്ട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നമ്മൾ കാണുന്ന വസ്തുക്കൾ, വ്യക്തികൾ, അതുപോലെ ഇടപെടുന്ന വ്യക്തികൾ, ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മാലിന്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മാലിന്യങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഗീതാമൃത സ്നാനം സംസാരമലനാശനം. ഗീതാമൃതത്തിൽ സ്നാനം ചെയ്യുക. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ വാക്കുകളാണ്, അമൃതമാണ്. ഭഗവാന്റെ വാക്കുകൾ അമൃതമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നശിക്കാത്തതാണ് ഭഗവാന്റെ ആ വാക്കുകൾ. ആ ഭഗവത്ഗീതാമൃതത്തിൽ സ്നാനം ചെയ്യുന്ന വഴി നിത്യവും നിത്യവും ഭഗവത്ഗീത വായിക്കുക. അപ്പം നമ്മുടെ മനസ്സിലെ അനർത്ഥങ്ങളൊക്കെ ഇല്ലാണ്ടായി. നമ്മുടെ മനസ്സിൽ 6 അനർത്ഥങ്ങളുണ്ട്. കാമക്രോധ മോഹ ലോഭ മത മാത്സര്യം. ഈ അനർത്ഥങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അത് നമുക്ക് തന്നെയാണ് ദോഷം. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ ഭഗവത്ഗീതാമൃതത്തിൽ സ്നാനം ചെയ്യാന്ന് പറഞ്ഞാൽ നിത്യവും ഭഗവത്ഗീത വായിക്കുക, പഠിക്കുക, ചർച്ച ചെയ്യുക, കേൾക്കുക. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ ഇല്ലാണ്ടായി നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും
ലഭിക്കുന്നു, നമുക്ക് പ്രസന്നത കൈവരുന്നു. ഇത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണിത്. അടുത്ത ശ്ലോകം. ഗീതാസു ഗീതാ കർത്തവ്യ കിമന്യേ ശാസ്ത്രവിസ്തരൈ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിശ്രിത. ഗീത സുഗീത കർത്തവ്യ. ഭഗവത്ഗീത വളരെ മനോഹരമായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സുഗീത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിട്ട് ഭഗവാൻ നമ്മുടെ പടിപടിയായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വളരെ ക്രമമായിട്ട് ഈ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു ബോധം നമുക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടാണ് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ആ ഒരു ഭഗവത്ഗീത, ഈ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ, പഠിക്കുമ്പോൾ ഈ മന്യേ ശാസ്ത്ര വിസ്തരെ, മറ്റ് ശാസ്ത്രം പഠിക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. യാതൊരു ആവശ്യമില്ല എന്ന് പറയുന്നു. കാരണം എന്താണ്? യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിശ്രിത. ഇത് സ്വയം ഭഗവാൻ, ഇവിടെ ഭഗവാൻ അവതരിച്ച സമയത്ത് ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാൻ എല്ലാ തരത്തിലുള്ള അറിവും നമുക്ക് ഇതിൽ നൽകിയിട്ടുണ്ട്. ആത്മീയമായിട്ടുള്ള ജ്ഞാനം, ഈശ്വരജ്ഞാനം, പ്രകൃതിയെ കുറിച്ചിട്ടുള്ള ജ്ഞാനം, അതുപോലെ യോഗശാസ്ത്രങ്ങള്, അതുപോലെ മാനസികമായിട്ടുള്ള മനഃശാസ്ത്രം തുടങ്ങിയ എല്ലാ ശാസ്ത്രങ്ങളും, വ്യത്യസ്ത ജീവിതചര്യകളെ, ഇങ്ങനത്തെ ഇത്തരം ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഭഗവാൻ നമുക്ക് വളരെ മനോഹരമായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭഗവത്ഗീത മറ്റെല്ലാ ശാസ്ത്രത്തിന്റെയും സാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭഗവത്ഗീത നിത്യവും പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ആത്മീയമായിട്ടുള്ള ഉയർച്ചയും അതുപോലെ എല്ലാ അറിവുകളും ലഭിക്കും എന്ന് ഇവിടെ പറഞ്ഞു തരുന്നു നമുക്ക്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ഭഗവത്ഗീത നിത്യവും പഠിച്ച് ആത്മീയമായിട്ടുള്ള ഉയർച്ച ലഭിക്കട്ടെ എന്ന് ഗുരു പരമ്പരകളോടും ഭഗവാനോടും നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപിതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീല പ്രഭാത് ജയ്, ശ്രീല ഗുരുദേവ് ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഗീതാ മഹാത്മ്യം പറഞ്ഞു തന്ന ലളിത സുധാമയി മാതാജിക്ക് നന്ദി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹരിനാമ മഹിമ പറഞ്ഞു തരുന്നതിനായി നളിനി രുക്മിണി മാതാജി ക്ഷണിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് ഹരിനാമ മഹിമയെ കുറിച്ച് നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ചൈതന്യ മഹാപ്രഭു എന്താണ് നമ്മളെ വിവരിച്ചു തന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചൈതന്യ മഹാപ്രഭു തന്നെ ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ്. അപ്പോ ആഴത്തില്, ലളിതമായും ആഴത്തിലും നമുക്ക് ഒരു ആത്മീയ ജീവിതത്തിന്റെ സാരം എന്താന്ന് നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു മഹാപുരുഷനാണ് ചൈതന്യ മഹാപ്രഭു. അപ്പോ ഭഗവാന്റെ ഭക്തരൂപത്തിലുള്ള അവതാരമാണ്. അപ്പോ ആദ്യത്തെ ചൈതന്യ മഹാപ്രഭു 8 ശ്ലോകങ്ങളാണ് വിവരിച്ചു തന്നത്. അതിൽ ആദ്യത്തെ 2 ശ്ലോകങ്ങൾ ഹരിനാമത്തെ കുറിച്ച് നന്നായിട്ട്, അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതില് ഒന്നാമത്തെ ചേതോദർപ്പണ മാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ശ്രേയകര ചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം ആനന്ദാംബുതിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം സർവാപ്ന സ്നപനം പരം വിജയത്തെ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ശ്രീകൃഷ്ണ സങ്കീർത്തനം പരമവിജയം ഭവിക്കട്ടെ എന്ന്. എങ്ങനെയാണത്? ചേതോദർപ്പണ മാർജനം, അത് ഹരിനാമ ജപം നമ്മുടെ ഹൃദയമാകുന്ന കണ്ണാടി ശുദ്ധമാക്കുന്നു. നമ്മുടെ ഹൃദയമാകുന്ന കണ്ണാടി കോടിക്കണക്കിന് ജന്മങ്ങളിൽ ആർജിച്ച പൊടിയും മാലിന്യവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കണ്ണാടി നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട്
പിന്നെ ഈ 6 കാമക്രോധ ലോഭമോഹം മത മാത്സര്യം എന്നത് 6 ശത്രുക്കളും കൂടെ അതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ എത്ര പഠിച്ചാലും എത്ര അറിഞ്ഞാലും ഈ മാലിന്യം പോകാതെ, ഈ മാലിന്യം പോയാൽ മാത്രമേ നമുക്കിത് ആ കണ്ണാടി തെളിഞ്ഞു കാണുള്ളൂ. അതില് ആത്മസത്യം എന്താന്ന് നമുക്ക്, ആത്മീയ സത്യം എന്താന്ന് തെളിയുകയുള്ളൂ. ഹരിനാമം ശക്തിയോടെ പക്ഷെ സാവധാനമായി ഹൃദയം ശുദ്ധീകരിക്കുന്നു. പെട്ടെന്നൊന്നും നമുക്ക് ഇപ്പൊ ഒരു മാല ജപിച്ചു നമുക്കൊന്നും നമ്മുടെ വിഷമങ്ങളൊന്നും മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളതിൽ നിന്ന് പിന്മാറാനല്ല നോക്കേണ്ടത്. അത് സാവധാനം സാവധാനം, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന പോലെ സാവധാനത്തില് നമ്മുടെ കളങ്കപ്പെട്ട മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ദുഷിച്ച മനസ്സ് എന്തായിരുന്നാലും അതില് ഐശ്വര്യം അല്ലെങ്കിൽ ആ ഒരു ശുദ്ധസത്വം നമുക്ക് ആ മനസ്സിൽ വന്ന് പതിയണമെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും നിർമ്മലവും നന്നായിട്ട് ക്ലീൻ, ഈ പറഞ്ഞ പോലെ ഡിറ്റർജന്റ് എന്ന് പറഞ്ഞ പോലെ വേണം. അടുത്തത് അതില് അതേ ശ്ലോകത്തില് ഈ സംസാരത്തിലെ ജീവിതം കാട്ടുതീ പോലെയാണ്. അപ്പോ ആ തീയിൽ നമ്മൾ സ്വയം കത്തിക്കൊണ്ടിരിക്കുന്നു. ജനനം, മരണം, ദുഃഖം, നിരാശ ഇതെല്ലാം ഉണ്ട്. ഈ തീ അണയ്ക്കാൻ കഴിയുന്ന ഏക അമൃതജലം ഹരിനാമമാണ്. ആനന്ദാംബുതി വർദ്ധനം, സമുദ്രം അളക്കാൻ കഴിയാത്ത വിധം വിശാലമാണ്. അങ്ങനെയുള്ള ആനന്ദത്തിന്റെ സമുദ്രം ഹരിനാമം വർദ്ധിപ്പിക്കുന്നു. ഓരോ ജപത്തിലും നമുക്ക് പുതിയ അമൃതാനുഭവം ലഭിക്കുന്നു. ലോകസുഖങ്ങൾ ക്ഷയിക്കുന്നവയാണ്, പക്ഷെ ഹരിനാമാനന്ദം ഒരിക്കലും കുറയുന്നില്ല. അടുത്ത ശ്ലോകം അതില് നാംനാമകാരി ബഹുധാ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാലാഹ ഏതാദൃശി തവ കൃപാ ഭഗവൻ മമാപി ദുർദേവമീദൃശമിഹാ ജനിനാനുരാഗ. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത്, എന്റെ പ്രഭു താങ്കളുടെ എല്ലാ ശക്തികളും 100% നിന്റെ നാമത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഭഗവാന്റെ നാമവും രൂപവും വ്യത്യസ്തമല്ല. അപ്പൊ നമ്മൾ കൃഷ്ണ എന്ന് വിളിച്ചാലും അതിൽ ഭഗവാന്റെ കംപ്ലീറ്റ് ശക്തിയുണ്ട്. അപ്പൊ നാമം ജപിക്കാൻ കാലം, സ്ഥലം, ശുദ്ധി, അശുദ്ധി എന്ന ഒരു തടസ്സവുമില്ല. ഏതൊരു അവസ്ഥയിലാണെങ്കിലും, ബെഡിൽ കിടന്നിട്ടാണെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ നമ്മള് ഏതോ അശുദ്ധമായ നമ്മുടെ സ്ത്രീകൾക്കൊക്കെ അശുദ്ധമായ ഒരു കാലത്താണെങ്കിലും നമുക്ക് ഏത് സമയത്താണെങ്കിലും ആ അവസ്ഥയിലും നമുക്ക് ജപിക്കാവുന്നതാണ്. ഇത്ര വലിയ കൃപയാണിത്. പഠനമില്ലാത്തവനും ദുർബലനും പാപിയും എല്ലാവർക്കും ഒരുപോലെ തുറന്നിരിക്കുന്നു ഹരിനാമത്തിന്റെ വാതിൽ. എന്നിട്ടും മഹാപ്രഭു പറയുന്നു, എന്റെ ദുർഭാഗ്യം, എല്ലാവരുടെയും എന്റെയും ദുർഭാഗ്യം. അപ്പൊ എന്നുവെച്ചാല് നമുക്ക് ഈ ഭഗവൻ നാമത്തിൽ ആസക്തി കിട്ടുന്നില്ല എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ദുർഭാഗ്യം. അതെന്താണ്? ഈ കളങ്കം എല്ലാം പോകണം. നമ്മുടെ മനസ്സിലുള്ള ഈ കളങ്കങ്ങളെല്ലാം മാറണം. നാമത്തിന്റെ മഹത്വം അറിഞ്ഞാൽ മാത്രം പോരാ, ഹൃദയത്തിൽ രുചി, രാഗം, ആസക്തി എല്ലാം അത് വരുന്നത് വിനയത്തിലൂടെയും നിത്യജപത്തിലൂടെയും സാധുസംഗത്തിലൂടെയും. അപ്പൊ നമ്മള് എപ്പോഴും ഭഗവാനോട് വിനയം വേണം, അല്ലെങ്കിൽ ഹമ്പിൾ ആയിട്ട് ഇരിക്കണം എപ്പോഴും ഭഗവാനോട്, അല്ലെ? അപ്പൊ നമ്മുടെ അഹങ്കാരം ഭഗവാന് ഒരിക്കലും താങ്ങാനാവില്ല. ഭഗവാൻ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ് അഹങ്കാരം. അപ്പോ നമ്മള് ഏതൊരു മനുഷ്യനും നമ്മുടെ സാധുക്കളോടും അല്ലെങ്കിൽ ഭക്തരോടും ബഹുമാനത്തോടും സീനിയേഴ്സിനോടും എല്ലാവരോടും നമ്മൾ ബഹുമാനപൂർവ്വം വേണം പെരുമാറാനായിട്ട്. അപ്പൊ നിത്യജപത്തിലൂടെ, രണ്ടാമത്തേത് നിത്യജപത്തില്, ഈ നിത്യജപം ചെയ്യുമ്പോഴാണ് ഇത് എപ്പോഴും ഈ പൊടി കളയുന്നത്. ഡിറ്റർജന്റ് കളയുന്ന പോലെ ഒരു സോപ്പ് എങ്ങനെയാണ് കറയെ നീക്കുന്നത്, അതുപോലെയാണ് നാമജപം നമ്മുടെ മനസ്സിലുള്ള കറയെ നീക്കുന്നത്. അതുപോലെ സാധുസംഘം മനുഷ്യരുമായിട്ട്, ഭക്തരുമായിട്ട്, വൈഷ്ണവരുമായിട്ട്, വൈഷ്ണവ സന്യാസികളുമായിട്ടുള്ള ഒരു സാധുസംഘം നമ്മുടെ അസോസിയേഷൻ എന്ന് പറയും.
ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ABCD. അതിൽ ആദ്യം വരുന്നത് അസോസിയേഷൻ ആണ്, പിന്നെ ബുക്സ് ആണ്, പിന്നെ ചാൻറ്റിങ് ആണ്, പിന്നെ ഡയറ്റ്, പ്രസാദം കഴിക്കുക, അല്ലെങ്കിൽ നമ്മളത് ചെയ്യുമെന്നൊരു ഡിറ്റർമിനേഷൻ. അപ്പൊ ആ ഒരു അസോസിയേഷനിലൂടെയാണ് നമുക്ക് ഈ ഭഗവാനിലേക്ക് അടുപ്പം വരുന്നത്. അതുകൊണ്ട് കലിയുഗത്തിൽ നമുക്ക് വേറെ മാർഗങ്ങളൊന്നും അന്വേഷിക്കണ്ട. കാരണം കലിയുഗ ധർമ്മമാണ് ഹരിനാമം. കലിയുഗത്തില് 4 യുഗങ്ങളുണ്ടെങ്കിൽ അതില് കലിയുഗത്തില് പ്രാധാന്യമായിട്ട് തന്നിരിക്കുന്നത് ഹരിനാമമാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു രക്ഷയില്ല. നമ്മൾ അത് ചെയ്തേ പറ്റൂ. നമുക്ക് അല്ലെങ്കിൽ ഇനിയും നമ്മള് പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഠിരേ ശയനം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വി ഹാവ് ടു ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്. ഭഗവാനോട് നമ്മൾ തിരിച്ച് എത്തണമെങ്കിൽ നമ്മൾ ഇത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഹരിനാമം ജപിക്കാനുള്ള ഒരു മനസ്സ് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തുന്നു. നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്ന ശിഷ്ടാഷ്ടകത്തിലെ ശ്ലോകം ഉദ്ധരിച്ച് പറഞ്ഞു തന്ന നളിനി മാതാജിക്ക് നമസ്കാരം. അടുത്തതായിട്ട് നമുക്ക് ഗീതാ ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞു തരുന്നതിനായിട്ട് ഹെർഗ്രേസ് ഗുണമാല ദേവിദാസി മാതാജിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഭാഗം 4-ാം അധ്യായത്തിലെ 22-ാം ശ്ലോകം മുതൽ 42-ാം ശ്ലോകം വരെയാണ്. അതിനു മുമ്പായിട്ട് മാതാജിയെക്കുറിച്ച് നമുക്കറിയാം. വളരെ മുതിർന്ന ഭക്തയായ ഹെർഗ്രേസ് ഗുണമാല ദേവിദാസി മാതാജി 1997 കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ എത്തിച്ചേർന്നത്. വിശാഖപട്ടണത്തിലെ കൃഷ്ണാവബോധ പ്രസ്ഥാന സമൂഹത്തിലാണ് 18 വർഷങ്ങളോളം മാതാജി താമസിച്ചിരുന്നത്. അവിടെ പുലർച്ചെ 4 മണിക്കുള്ള മംഗളാരതിയും തുടർന്നുള്ള ശൃംഗാര ആരതിയിലും ഭാഗവതം ക്ലാസ്സിലും മാതാജി നിത്യവും പങ്കെടുത്തിരുന്നു. മാതാജിക്ക് 2002 ഹിസ് ഹോളിനസ് ശ്രീല രോമപാദ സ്വാമി മഹാരാജിൽ നിന്നും ഹരിനാമ ദീക്ഷ ലഭിക്കുകയും പിന്നീട് 2007 ബ്രാഹ്മണിക്കൽ ദീക്ഷ ലഭിക്കുകയും ചെയ്തു. അവിടെ ഭഗവത് ശാസ്ത്രങ്ങൾ പഠിക്കുകയും കുറച്ചുകാലം അസിസ്റ്റന്റ് പൂജാരിയായും പിന്നീട് പൂജാരിയുമായും സേവയും ചെയ്തിരുന്നു. കൃഷ്ണാവബോധ സമൂഹത്തിലെ ഭക്തർക്കായി പ്രസാദമുണ്ടാക്കുന്ന സേവയിലും ശീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുന്ന സേവയിലും മാതാജി ഏർപ്പെട്ടിരുന്നു. സിംഹാചല ധാമിലേക്കും ഉടുപ്പി ധാമിലേക്കുമുള്ള യാത്രയിൽ 10 ദിവസം തുടർച്ചയായി രാവിലെ മുതൽ രാത്രി വരെ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും ശ്രവിച്ചിരുന്ന മുതിർന്ന ഭക്തയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗുണമാല ദേവിദാസി മാതാജി. നമ്മുടെ ഭാഗ്യത്തിന് മാതാജി എറണാകുളത്ത് 2015 എത്തിച്ചേർന്നു. മാതാജിയെ ബഹുമാനപൂർവ്വം ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. കഴിഞ്ഞു. അപ്പൊ അതിലൊക്കെ ഇത് ഇപ്പൊ നമ്മൾ അവസാനം സമാപിച്ചത് ഒരു സാധകനെ കൃഷ്ണൻ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഞാനൊന്ന് പ്രാർത്ഥിച്ചു. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ചേതന ജനോഭിഷ്ടം സ്ഥാപിതമേന ഭൂതലി സ്വയം രൂപകഥാമയ്ക്കാം ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോ 22-ാമത്തെ അധ്യായത്തിൽ ഇപ്പം തുടങ്ങാം. യദൃച്ഛാലാഭ സന്തുഷ്ടോ ത്വന്നാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗപാപീന നിബധ്യതേ. തർജ്ജമ: താനേ വന്നു ചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനും ദ്വന്ദ്വമുക്തനും നിർമത്സരനും ജയാപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനുമായ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയാൽ ബദ്ധനല്ല. ഇവിടെ കൃഷ്ണൻ ഇപ്പോ നമുക്ക്
ഒരു സാധാരണ സാധകനെ കുറിച്ച് ഇതുവരെ വിവരിച്ച ശേഷം തുറന്നു പറയുന്നു. ഇത്തരം വ്യക്തികൾ കൃഷ്ണഭോഗം അവര് നമ്മളുടെ വിത്തകാരം നമുക്ക് ലഭിക്കുന്നു, അതുകൊണ്ട് അവൻ തൃപ്തനാണ്. അവൻ വേണ്ടി കഷ്ടപ്പെടുന്നില്ല, കൂടുതൽ നേട്ടങ്ങളിലേക്ക് വേണ്ടി അവൻ അധികമായി നേടാൻ കഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവൻ സംസാര ബന്ധത്തിൽ അകപ്പെടുന്നില്ല. ഇതൊരു ഉപദേശപരമായ ശ്ലോകം കൂടിയാണ് ഇതിൽ പറയണത്. നിങ്ങളുടെ പരമാവധി പ്രവർത്തിക്കുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമുക്ക് പ്രതീക്ഷകൾ ഉണ്ട്, പക്ഷെ ഒന്നും നമ്മുടെ ത്തിലല്ല. കൃഷ്ണബോധം വന്ന ഇത് മനസ്സിലാക്കുന്നു. ഫലങ്ങളൊന്നും എന്റെ ചിന്തത്തിൽ അവൻ നന്നായി പ്രവർത്തിച്ച് ഭഗവാന് സമർപ്പിക്കുന്നു. ഭഗവാൻ അറിയാം എന്ത് നൽകണം. അവന് ഫലങ്ങൾ നമുക്ക് ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, എനിക്ക് കൃഷ്ണനെ തൃപ്തിപ്പെടുത്തണം. അപ്പോൾ ദിനത്തും അധികം പേർക്കും ഒരു വ്യക്തതയില്ല അവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. പക്ഷെ ഒരു ഭക്തന് അവന്റെ ഗുരുവിന്റെ കൃപ കൊണ്ടും കൃഷ്ണൻ ഗുരുവിന്റെ കൃപ കൊണ്ടും ഭഗവത്ഗീതയുടെ കൃപ കൊണ്ടും ഒക്കെ നല്ല വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്ന്. അതായത് നിത്യം ജപിക്കണം, ശാസ്ത്രം പഠനം വേണം, ശ്രവണം കേൾക്കണം, ഭക്തരുമായി സത്സംഗം കൂടണം. ഇതൊക്കെ ചെയ്യുമ്പോൾ വ്യക്തത വരും. ശ്ലോകം 23. സത്സംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായാചരതാ കർമ്മ സമഗ്രം പ്രവിലീയത്തെ. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു. കൃഷ്ണൻ ഇവിടെ യജ്ഞങ്ങളാണ് വിവരിക്കുന്നത്. ജ്ഞാനത്തിൽ വന്ന ഭക്തൻ ത്രിഗുണങ്ങളിൽ നിന്നും മുക്തനാകുന്നു. സത്വരജ തമസ് ഗുണങ്ങൾ കാരണം അവന്റെ പ്രവൃത്തികൾ യജ്ഞമത കൃഷ്ണ പ്രീതിക്കുള്ള പ്രവൃത്തികൾ ആണ്. അത്തരം പ്രവൃത്തികൾ കർമ്മം സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ കൃഷ്ണന് വേണ്ടി നമ്മുടെ എല്ലാ പ്രവൃത്തികളും സമർപ്പിക്കുമ്പോൾ നമ്മൾ ത്രിഗുണങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. ത്രിഗുണങ്ങൾ നമ്മുടെ പെരുമാറ്റത്തെ മാറിക്കൊണ്ടിരിക്കും. ഇത് സ്ഥിരത വരുത്താൻ നമ്മൾ ത്രിഗുണങ്ങളെ മറികടക്കണം. അത്തരം വ്യക്തികളുടെ പ്രവൃത്തികളൊക്കെ പിന്നെ അതീന്ദ്രിയമായി മാറും. അത് പ്രവൃത്തിയുടെ കർമ്മഫലങ്ങളിൽ നിന്നും അവർത്തനാകുന്നു എന്നാണ് അതീന്ദ്രിയ ജ്ഞാനം. കൃഷ്ണനെ ജ്ഞാനം ജീവാത്മാവിനെ കുറിച്ചുള്ള അറിവ്, ത്രിഗുണങ്ങളെ കുറിച്ചുള്ള അറിവ്, നമ്മളും കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ജ്ഞാനം, പിന്നെ ത്രിഗുണയിൽ നിന്നും എങ്ങനെ മുക്തനാകാം എന്ന ജ്ഞാനം, ഇതെല്ലാം ആകുന്നു അതീന്ദ്രിയ ജ്ഞാനം. ഗുരുവിന്റെയും കൃഷ്ണന്റെയും കൃപ കൊണ്ട് ജീവാത്മാവിന് ഭക്തിയുടെ വിത്ത് ലഭിക്കുന്നു. അത് വളരുന്നു. ജപിച്ചും ശ്രവണം ചെയ്തും പഠിച്ചുമാണ് അത് വളരുന്നത്. നമ്മൾ എല്ലാവരും തോട്ടക്കാരാണ്. തോട്ടക്കാരൻ ചെടികളെ സംരക്ഷിക്കുന്നു, വെള്ളം ഒഴിക്കുന്നു. അതേ ബാധ്യത നമുക്കുണ്ട്. ഭക്തിയെ നമ്മൾ സംരക്ഷിക്കണം. ജപം കൊണ്ടും ശ്രവണം കൊണ്ടും പഠനം കൊണ്ടും നമ്മൾ ഇതിനെ പുഷ്ടിപ്പെടുത്തണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭക്തി കൂടുതൽ ചെയ്യുന്നതിനായി പ്രചോദനം നൽകും. ഭക്തി പുഷ്ടപ്പെടും. ഇങ്ങനെ ചെയ്യില്ല സംഭവിക്കുക, ഭക്തി അറ്റുപോകുന്നു. നമ്മൾ ഭക്തിമാർഗം ഉപേക്ഷിക്കും. അതിനാൽ വളരെ വളരെ പ്രധാനമാണ് നമ്മൾ ഭക്തിയെ നനച്ച് സംരക്ഷിക്കുക എന്നത്. ജപം കൊണ്ടും ഭഗവത്ഗീത പഠനം കൊണ്ടും ഇത് സാധിക്കും. അപ്പോൾ ഈ ഭക്തിലത വളർന്ന് ആത്മീയ ലോകത്തിൽ എത്തിച്ചേരുന്നു. ഇപ്പോഴാണ് നമ്മൾ വളരെ നല്ല പ്രാക്ടീഷണർ അല്ലെങ്കിൽ സാധകൻ എന്ന് പറയുക. 24. ബ്രഹ്മാത്മണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാകൃതം ബ്രഹ്മേവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ഭഗവാനിൽ മുഴുവനും ശ്രദ്ധ വെച്ച് വിവിധ ആത്മീയ പ്രവൃത്തികൾ ചെയ്യുന്നവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നത് എന്താണ്? ബ്രഹ്മാർപ്പണം. ഇവർ നേദിക്കുന്നു. നെയ്യും വെണ്ണയും തേയിൽ എല്ലാം അവരുടെ രക്ഷാപ്രാപ്തിക്ക് വേണ്ടി ഇത് ചെയ്യുന്നു. ഒരു ബുദ്ധിജീവി ഭൗതിക ലോകത്ത് സ്റ്റക്കപ്പാണ്, ഇവിടെ പെട്ടിക്കിടക്കുകയാണ്. പല ഭൗതിക പ്രവൃത്തികളും ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്ന് പുറത്ത് വരുവാൻ അവൻ ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യണം. അപ്പോൾ ആ പ്രവൃത്തികൾ
എല്ലാം ഒരു യജ്ഞമാകും. കൃഷ്ണന് സമർപ്പിക്കുന്ന പ്രവൃത്തികൾ. കൃഷ്ണാവബോധം വളരെ നല്ലതാണ്. നമ്മൾ നമ്മുടെ പ്രവൃത്തികളിൽ കൃഷ്ണാബോധം വരുത്തണം എന്ന് മാത്രം. ഭഗവാൻ പൂർണ്ണമായും ആത്മീയമാണ്. അദ്ദേഹം സച്ചിദാനന്ദ രൂപനാണ്. ഈ ഭൗതിക ലോകം മായയാണ്. കൃഷ്ണനെ കൂടാതെ എന്ത് പ്രവൃത്തിയും മായയാണ്. മനസ്സ് മുഴുവനും കൃഷ്ണ പ്രവൃത്തികൾ വ്യാപൃതമാകുമ്പോൾ അതിനെ സമാധി എന്ന് പറയുന്നു. ആയതിനാൽ നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ കൃഷ്ണാവബോധം ചെയ്യണം. നമ്മുടെ പ്രവൃത്തികളൊക്കെ കൃഷ്ണാവബോധത്തിൽ ചെയ്യണം. അവയൊക്കെ പതുക്കെ പതുക്കെ ചെയ്ത്, പക്ഷെ അത് സ്ഥിരമായി ചെയ്യണം. 25-ാം ശ്ലോകം. ദൈവമേവ പരേ യജ്ഞം യോഗിന പര്യുപാസതേ ബ്രഹ്മാഗ്നാവ പരേ യജ്ഞം യജ്ഞാനൈവോപജുഹ്വതി. ചില യോഗികൾ വിവിധ യജ്ഞങ്ങളാൽ ദേവന്മാരെ യഥാവിധി ആരാധിക്കുന്നു. മറ്റു ചിലർ പരബ്രഹ്മ തേജസ്സിൽ യജ്ഞങ്ങൾ അർപ്പിക്കുന്നു. അതായത് ഇവിടെ പറയുന്നത് നമ്മളെ മൂടിയിരിക്കുന്ന മായയെ യജ്ഞം കൊണ്ട് മാറ്റുന്നു എന്നതാണ്. പലതരം യജ്ഞങ്ങളുണ്ട്. ഭൗതിക സമ്പത്തിനെ ത്യജിക്കുന്നു. രണ്ടാമത് ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ. ഭക്തന്മാർക്ക് ഇന്ദ്രിയ പ്രീതിക്കുള്ള മോഹമില്ല. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ ഉള്ളതാണ്. ഭൗതികർക്ക് കൂടുതൽ കൂടുതൽ ഭൗതികതകൾ വേണം. അവർ ഇതിനു വേണ്ടി പല ദേവന്മാരെയും സമീപിക്കും. സമീപിക്കുമ്പോൾ അവർ ദേവന്മാർക്ക് കൈകൂലി കൊടുക്കുകയാണ്. അവർ അവരുടെ ചില സമ്പത്ത് ദേവന്മാർക്ക് നൽകി തിരിച്ചു കുറെ കാര്യങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ്. അതാണ് അവരുടെ ഉദ്ദേശം. അവർ അറിയാത്തത് ഇവർ യത്നം ചെയ്യുന്ന ദേവന്മാർക്ക് ഒരാൾക്കും സ്വന്തമായ ശക്തിയില്ല എന്നതാണ്. അവർക്ക് നേദിക്കുന്ന വസ്തുക്കൾ അവർ ആദ്യമായിട്ട് വിഷ്ണുവിനെ നേദിക്കുന്നു. എന്നിട്ട് പ്രസാദമായി അവർ സ്വീകരിക്കുന്നു. ഇവർ കൃഷ്ണനെ ഇതൊക്കെ നിവേദിക്കുമ്പോൾ ഈ ദേവന്മാർക്ക് കൃഷ്ണനിൽ നിന്നും ശക്തി കിട്ടുന്നു. യജ്ഞം ചെയ്യുന്നവന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുവാനുള്ള ശക്തി. യജ്ഞം ചെയ്യുമ്പോൾ യജ്ഞം ചെയ്യുന്നവർ അറിയാത്ത വസ്തുത എന്താണ്? അവർ പരോക്ഷമായി യജ്ഞം ചെയ്യുന്നത് കൃഷ്ണന് തന്നെയാണ്. ദേവന്മാർക്ക് അത് നിറവേറ്റാനുള്ള ശക്തി കൊടുക്കുന്നത് കൃഷ്ണൻ തന്നെ. ഇത്തരം യജ്ഞങ്ങളൊക്കെ ബുദ്ധി കുറഞ്ഞ കൂട്ടരാണ് ചെയ്യുന്നത്. എന്താ കാരണം? സമ്പത്തൊക്കെ ചെലവായി പോകും. താൽക്കാലികമായി മാത്രം നിലനിൽക്കുന്ന വസ്തുക്കൾക്ക് വേണ്ടി ആയതുകൊണ്ട് കിട്ടിയതെല്ലാം കാലക്രമേണ കൈവെടിയും. വേറൊരു തരം കൂട്ടർ ചെയ്യുന്ന യജ്ഞം അവർ അവ്യക്തഗതവാദികൾ, ഇംപേഴ്സണലിസ്റ്റ്. അവർ ഭഗവാനിൽ ലയിക്കാനായിട്ട് യത്നം ചെയ്യുന്നു. അവരുടെ ഐഡന്റിറ്റിയാണ് അവരുടെ ദുഃഖഹേതു എന്ന് അവർ കരുതുന്നു. അവർ പരംബ്രഹ്മത്തിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രശ്നം, ആത്മാവ് എപ്പോഴും വളരെ ആക്റ്റീവാണ്, ദൈവമാണ്. അതുകൊണ്ട് ബ്രഹ്മജ്യോതിസിൽ പ്രവർത്തിക്കുന്നവർ ഒന്നും തന്നെ ബ്രഹ്മജ്യോതിസിലാണെച്ച പ്രവൃത്തികൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവരവിടെ പോകുമ്പോൾ അവർക്ക് സജീവമായ ഇവരവിടെ ചെല്ലുമ്പോൾ അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇവർ അവിടെ നിന്ന് പോയി തിരിച്ച് ഭൂമിയിലേക്ക് വീണ്ടും വരുന്നു. പക്ഷെ ഒരു കൃഷ്ണാബോധം എന്ന ഭക്തൻ വളരെ ബുദ്ധിമാനാണ്. അവൻ കൃഷ്ണനെ മാത്രം മതി. കൃഷ്ണനെ സേവിക്കണം, കൃഷ്ണനെ സന്തോഷിപ്പിക്കണം. അവന്റെ ഐഡന്റിറ്റി, വ്യക്തിത്വം ത്യജിക്കണം എന്നില്ല. എങ്കിൽ പിന്നെ അവൻ എങ്ങനെ കൃഷ്ണനെ സേവിക്കും? ആയതിനാൽ അവൻ കൃഷ്ണനെ സേവിക്കുന്നു. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ കൃഷ്ണനെ സേവിച്ച് പിന്നീട് മരണാന്തരം പോയി അവിടെയും കൃഷ്ണനെ സെർവ് ചെയ്ത് ആനന്ദം അനുഭവിക്കുന്നു. എല്ലാ യജ്ഞങ്ങളും ഉണ്ട്. പക്ഷെ ഏറ്റവും നല്ല യജ്ഞം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ജപിക്കുന്നതാണ്. ഭഗവാൻ ഇതിൽ വളരെ സന്തോഷിക്കുന്നു. ആയതിനാൽ നമ്മൾ ഇത് തന്നെ വേണം ചെയ്യുവാൻ. 26 ശ്ലോകം. ശ്രോതാദീന്ദ്രിയാണിന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. ചിലർ കറകളഞ്ഞ ബ്രഹ്മചാരികൾ ആത്മസംയമനമാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു. മറ്റു ചിലർ ആത്മനിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥർ
ഇന്ദ്രിയ വിഷയങ്ങൾ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. അപ്പോ ഇവിടെ പറയുന്നത്, ഇവിടെ ചില ത്യാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കർമ്മികളുടെ ത്യാഗം. അവർ ദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്നു, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ. രണ്ടാമത് വ്യക്തിഗതവാദികളുടെ ത്യാഗം. അവർക്ക് ബ്രഹ്മത്തിൽ ലയിക്കണമെന്ന് പറഞ്ഞ് അവർ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. മൂന്നാമത് ഭക്തൻ, എല്ലാം ഭഗവാന് വേണ്ടി ഉപയോഗിക്കുന്നു, ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. രണ്ട് യജ്ഞങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. ബ്രഹ്മചാരികൾ, രണ്ടു തരം യജ്ഞങ്ങളെയും കൂടി ഇവിടെ പറയുന്നുണ്ട്. ബ്രഹ്മചാരികൾ, അവർ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് അവരുടെ ശ്രവണം, ഇന്ദ്രിയങ്ങൾ എന്നിവ ത്യാഗം ചെയ്യുന്നു. അതായത് അവർ എപ്പോഴും ശ്രവണം ചെയ്യുമ്പോൾ അവർക്ക് മനോനിയന്ത്രണം കിട്ടുന്നു. സുഹൃത്തിന്റെ സമൂഹത്തിലെ 4 വർണ്ണങ്ങൾ കൃഷ്ണൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒന്ന് ബ്രഹ്മചാര്യ, ഗ്രഹസ്ഥ. ബ്രഹ്മചാരികൾ ശ്രമം അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു. പ്രാപിക്കുന്ന അവരുടെ മനസ്സ് ശുദ്ധമാകുന്നു. അപ്പൊ കൃഷ്ണകഥ കൊണ്ടും ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നു. ശാസ്ത്ര പഠനം, നാമജപം ഇവ ക്രമേണ അവർ പൂർണ്ണത പ്രാപിക്കും. കുടുംബമുള്ളവർ അവരിലാണ്. കാരണം അവരുടെ പ്രവൃത്തികളൊക്കെ നിയന്ത്രണത്തിലാണ്. അതിനാൽ ജീവിതം അനിയന്ത്രിതമായി അവർ ജീവിക്കുന്നില്ല. അതിനാണ് അവർ ശാസ്ത്ര പോലെ ജീവിക്കുന്നു. അത് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു. ജപവും പഠനവും ശ്രമവും അവർ മുടങ്ങാതെ ചെയ്യുന്നു. ശ്ലോകം 27. നിയന്ത്രണത്തിലുള്ള പ്രവർത്തനങ്ങളെയും പ്രാണ ഇവിടെ കൂടുതൽ യജ്ഞങ്ങളെ കുറിച്ച് തന്നെയാണ് കൃഷ്ണൻ പറയുന്നത്. യജ്ഞം ചെയ്യാൻ ശക്തമായ ആഗ്രഹമുണ്ട്. അവർ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നു. അവർ ഹരേ കൃഷ്ണ മാതാജി, അത് ഹരേ ക്ലിയർ കൃഷ്ണ. ആവുന്നില്ല മാതാജി, ക്ലിയർ ആവുന്നില്ല. എനിക്ക് തോന്നിയ മാതാജി വീഡിയോ വേണമെങ്കിൽ ഓഫ് ചെയ്തോളൂ, എന്ന് വെച്ചാൽ റേഞ്ച് കുറവെന്ന് തോന്നുന്നു. അപ്പൊ ശരിക്കും ഒന്നും അത് 27ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം മുതലൊന്ന് പറഞ്ഞാലേ നന്നായിരുന്നു. അപ്പോ 27 ഇവിടെ കൂടുതൽ യജ്ഞങ്ങളെ കുറിച്ച് ചില ജ്ഞാനികൾക്ക് യജ്ഞം ചെയ്യാൻ ശക്തമായ ആഗ്രഹമുണ്ട്. അവർ എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. അപ്പോ ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ട് മാതാജി, വിട്ടുവിട്ടാ കേൾക്കുന്നത്. ഇടയ്ക്ക് ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. വീഡിയോ ഓഫ് ചെയ്തു, കട്ട് ചെയ്തു പറയാൻ പറഞ്ഞു നോക്കൂ മാതാജി, ചിലപ്പോ ശരിയാവും. മാതാജി കേൾക്കുന്നില്ല കേട്ടോ. 27 റിപ്പീറ്റ് ചെയ്യട്ടെ. അതെ, ജ്ഞാനികൾ യജ്ഞം ചെയ്യാൻ ശക്തമായ ആഗ്രഹമുണ്ട്. അങ്ങനെ മനോനിയന്ത്രണം വരുന്നു. 10 തരം വായുക്കളുണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ മാതാജി? കേൾക്കുന്നുണ്ട്, പക്ഷെ ചിലപ്പോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് മാതാജി. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാതാജി. ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം, ശരിയാവുന്ന വിചാരിക്കും. പ്രാണവായു 5 പ്രാണവായുവും 5 ഉപപ്രാണങ്ങളും. പ്രാണവായുവിന്റെ പ്രവർത്തനം, ഇന്ദ്രിയങ്ങൾ വിഷയവസ്തുക്കളുമായി ബന്ധപ്പെടുന്നു. അതായത് ചെവി കേൾക്കാൻ, കണ്ണുകൾ കാണുവാൻ, മൂക്ക് മണക്കുവാൻ, നാക്ക് കഴിക്കുവാൻ, സംസാരിക്കുവാൻ, കൈകൾ സ്പർശിക്കുവാൻ. അപാൻ വായു, താഴോട്ട് പോകുന്ന വായു, അതായത് ആവശ്യമില്ലാത്ത വസ്തുക്കളെ പുറന്തള്ളുന്നു, വിസർജനം. അതായത് സമാന വായു, ഇത് ഭക്ഷണങ്ങളെ ദഹിക്കാൻ സഹായിക്കുന്നു.
ഉദാനവായു ശിരസിന്റെ ഭാഗം നിയന്ത്രിക്കുന്നു. വിഴുങ്ങുന്നു, വിഴുങ്ങലും പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ദേഹഭാവത്തിന് പോസ്റ്റർ, ബോഡി പോസ്റ്ററൊക്കെ നിയന്ത്രിക്കുന്ന ഉദാനവായു ആണ്. വ്യാനവായു രക്തചംക്രമണം നിയന്ത്രിക്കുന്നു. ഈ ഉപവായുക്കൾ വീർക്കുക, ഭക്ഷണം കഴിച്ചാൽ നമുക്ക് സംഭവിക്കുന്നത്. കൂർമ്മ കണ്ണുകൾ തുറക്കുന്നത്. ദേവദത്ത ഉറക്കം, മുഴുവൻ ശരീരത്തിനെ പ്രവർത്തിക്കുന്നത്. ത്രികാലവായു തുമ്പുന്നതും വിശപ്പും ഒക്കെ നിയന്ത്രിക്കും. ധനഞ്ജയ വായു ഇത് ശരീരത്തിൽ വരെ കൂടെ ഇത് നിലനിൽക്കും. ഇനി പാതാഞ്ജലി യോഗ. ഈ രീതി എങ്ങനെ ശരീരത്തിൽ വായുവിനെ നിയന്ത്രിക്കുന്നു എന്ന്, അങ്ങനെ ഭൗതിക ആഗ്രഹങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്നും പറയുന്നു. നമ്മുടെ ശരീരത്തിനെ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എത്ര വളരെ സങ്കീർണമായ ഒന്നാണ്. വളരെ ആശ്ചര്യം തോന്നും. ഭഗവാൻ എങ്ങനെയാണ് ഈ ലോകത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ആധുനിക ലോകത്ത് നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് ഈ യജ്ഞങ്ങളൊന്നും ചെയ്യാണ്ട് തന്നെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കാൻ പറ്റുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഹൃദയം ശുദ്ധമാക്കുകയും ലക്ഷ്യം പ്രാപിക്കുകയും ചെയ്യാൻ പറ്റും. ശ്ലോകം 28. ദ്രവ്യയജ്ഞാസ്തപോയജ്ഞ യോഗയജ്ഞാസ്തഥാ പരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യതയാ സംശിത വൃഥഃ. സ്വയം പ്രതിജ്ഞാബദ്ധരായി ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ത്യജിച്ച് ബോധിപ്തരാകുന്നു. മറ്റു ചിലർ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചും അഷ്ടാംഗയോഗ പരിശീലനത്താലും അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായുള്ള വേദാധ്യയനത്താലും ഈ അവസ്ഥ കൈവരിക്കുന്നു. അപ്പോ 28-ാമത്തേല് പറയുന്നത്, ഇവിടെ കുറച്ചുകൂടി യജ്ഞങ്ങളെ കുറിച്ച് കൃഷ്ണൻ പറയുന്നു. ഈ യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് ജ്ഞാനം ലഭിക്കാൻ വേണ്ടി മാത്രമാണ്, ജീവിതത്തിലെ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തുവാൻ. ദ്രവ്യയജ്ഞം ഭൗതിക സമ്പത്ത് ത്യജിച്ചിട്ട് ജ്ഞാനം നേടുക. നമുക്ക് ശുദ്ധമാക്കാനായിട്ടുള്ള വ്യത്യസ്ത യജ്ഞങ്ങൾ. തപോയജ്ഞ കഠിന തപസ്സുകള്. യോഗയജ്ഞ അഷ്ടാംഗ യോഗയാണത്. സ്വാധ്യയജ്ഞ വേദങ്ങൾ ശ്രവണം ചെയ്യുക, അവയെ ധ്യാനിക്കുക. ദ്രവ്യമയ യജ്ഞനെ കുറിച്ച് ഓരോന്നിനും നമുക്ക് പറയാം. ചിലത് ദാനം ചെയ്യുക, ഭക്ഷണം വിതരണം, വൃദ്ധസമാജം, ധർമ്മശാല പണിയുക, ഇത്തരം സ്ഥാപനങ്ങൾ പണിയുക. ഇതൊക്കെയാണ് ദ്രവ്യമയ യജ്ഞം. തപോമയ യജ്ഞത്തിൽ എന്താ സംഭവിക്കുന്നത്? കാഠിന്യങ്ങൾ. ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഭക്ഷണം കഴിക്കുക, മുടി മുറിക്കാതിരിക്കുക, താടി വളർത്തുക, എല്ലാ സുഖങ്ങളും ത്യജിക്കുക. ഇങ്ങനെ ചെയ്യുന്ന തപോമയ യജ്ഞം. ഇനി മൂന്നാമത് യോഗയജ്ഞ അഷ്ടാംഗ യോഗ. ഇവർക്ക് ബ്രഹ്മത്തിൽ ലയിക്കണം, ബ്രഹ്മജ്യോതിയിൽ. ഇതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ നാലാമത് സ്വാധ്യായജ്ഞ ശാസ്ത്ര പഠനം. ജ്ഞാനം അത് സമ്പാദിക്കാനായിട്ട് വേണ്ടി ഇവര് യജ്ഞങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഈ ഓരോ എണ്ണത്തിനും വലിയ ലക്ഷ്യമില്ല. അവർക്ക് പലതും വേണം. ഭൗമവേദിയിൽ നിന്നും ഉയർന്നതായിട്ട് വേണം. ഇതിനൊക്കെ മേലെയാണ് കൃഷ്ണാവബോധം. ഈ പറഞ്ഞ യജ്ഞങ്ങൾ ഒന്നിനും തന്നെ കൃഷ്ണാവബോധം നൽകില്ല. കൃഷ്ണാവബോധം ഒരു ഭക്തന്റെ കയ്യിൽ നിന്നുമാണ് ലഭിക്കുക. ഇവിടെ നമ്മൾ ഭഗവാനെ സേവിക്കുന്നു. ഇതാണ് ഏറ്റവും ഉയർന്ന യോഗം. ഇത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സുമേധസ എന്ന് പറയും. അവർ ബുദ്ധിമാനാണ്. കലിയുഗത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രമേ ബലിക്കൂ, മറ്റൊന്നും ബലിക്കുന്നില്ല. ഇനി 29-ാമത്തെ ശ്ലോകം. അപാനേ ജുഹ്വതി പ്രാണം പ്രാണേ പാനം തഥാ പരേ പ്രാണപാന ഗതിരുദ്ധ്വ പ്രാണായാമ പരായണഃ അപരേണീതാഹാര പ്രാണാൻ പ്രാണേഷു ജുഹ്വതി. ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് ശ്വാസനിരോധനം ചെയ്ത് സമാധിയിൽ വർത്തിക്കുവാൻ താല്പര്യമുള്ള മറ്റു ചിലരുണ്ട്. ഇപ്രകാരം അവർ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തി അവസാനം സമാധിസ്ഥരാകുന്നു. മറ്റു ചിലർ ആഹാര നിരോധത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു. ഇതിൽ പറഞ്ഞിട്ടുള്ള യജ്ഞം അഷ്ടാംഗ യോഗമാണ്. ജ്ഞാനയോഗത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ അപാനജ്ഞ ഹാതു വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് ശ്രമിക്കാം. ഇന്ദ്രിയ നിയന്ത്രണത്തിനായി ശ്വാസം നിയന്ത്രിക്കുന്നു എന്ന പ്രക്രിയയാണിത്. പ്രാണയാമ ശ്വാസം എടുക്കുന്നു, അത് തടഞ്ഞു വെച്ച് പിന്നീട് ഇത് പുറത്തേക്ക് വിടുന്നു. ശുഷ്ടവായുവിനെ പുറത്തു വിട്ട് വായുവിൽ കലർത്തി വിടുക.
തിരിച്ചും തന്നെ ഇത് തിരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ആയുസ് നീണ്ടി കിട്ടുവാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ ഇവർ ഭക്ഷണം നിയന്ത്രിക്കും. ഇത് അവരുടെ ഇന്ദ്രിയങ്ങളെ ക്ഷീണിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് ഭൗതിക സുഖങ്ങൾ താല്പര്യം കാണില്ല. അവർക്ക് വേണ്ടത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. പക്ഷെ ഈ യുഗത്തിൽ ഹരിനാമം ജപിക്കുക, ഭഗവാന്റെ പ്രസാദം കഴിക്കുക, ഇതൊക്കെയാണ് ഏറ്റവും നല്ല മാർഗം. ഇത് ഇന്ദ്രിയങ്ങളെ തന്നെത്താൻ നിയന്ത്രിക്കുകയും നമുക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനും കഴിയും. ഇവിടെ കൃഷ്ണൻ ഭക്തരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ അവസാന ശ്വാസത്തിൽ കൃഷ്ണനെ ഓർമ്മിക്കാനും ഭഗവാന്റെ അടുത്തേക്ക് പോകാനും എല്ലാം ഈ ഹരിനാമ ജപവും പ്രസാദം കഴിക്കുന്നതുകൊണ്ടൊക്കെ ശാസ്ത്രപഠനം കൊണ്ട് നമുക്ക് സാധിക്കും. ശ്ലോകം 30. സർവേപ്യതേ യജ്ഞ വിദ്വോ യജ്ഞ ഷപിത് കൽമഷോ യജ്ഞശിഷ്ട മുതാഭൂചോ യാന്തി ബ്രഹ്മ സനാതനം. യജ്ഞോദ്ദേശം ഗ്രഹിച്ചവരും യജ്ഞത്താൽ പ്രതികരണങ്ങൾ നീങ്ങിയവരുമാണ് ഈ യോഗികളെല്ലാം. യജ്ഞഫലങ്ങളുടെ അമൃതം നുകരുന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു. യജ്ഞങ്ങളുടെ എല്ലാം ഉദ്ദേശം ഇവിടെ പറയുന്നത് എന്താണ്? ഇന്ദ്രിയ നിയന്ത്രണമാണ്. ഇന്ദ്രിയ സുഖങ്ങളുടെ തലത്തിൽ നമ്മൾ ജീവിച്ചാൽ നാം ഉയർന്ന തലങ്ങളിൽ സ്ഥിതി ചെയ്യാൻ ഒരിക്കലും തരപ്പെടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഉയർന്ന തലങ്ങളായ പൂർണ്ണജ്ഞാനം, പൂർണ്ണാനന്ദം, പൂർണ്ണതയുള്ള ജീവിതം ഇതൊന്നും കൈവരില്ല. നമുക്ക് ആയതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് അത്യന്തം ആവശ്യമാണ്. അത് നമ്മളെ ഉന്നത തലത്തിലേക്ക് ഉയർത്തും. നമ്മുടെ ഹൃദയം സംശുദ്ധമാക്കും. എത്രയോ ജന്മങ്ങളായുള്ള പാപഫലങ്ങളെ തുടച്ചു നീക്കും. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എപ്പോഴും ഹരിനാമം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവത്ഗീത, ഭാഗവതവും ഒക്കെ പഠിക്കണം. 31 ന്യായം ലോക സ്തേജ്ഞസ്യ കുതോന്യ പുരുഷോത്തമഃ. ഇവിടെ കൃഷ്ണൻ യജ്ഞങ്ങൾ ചെയ്യുന്ന ഒരുത്തന് എന്താണ് ലഭിക്കുക എന്ന് വിവരിക്കുന്നു. അവർക്ക് ഭൗതിക ജീവിതം രസിക്കുവാനും പിന്നീട് ജീവിതാന്ത്യം പരമ ലക്ഷ്യത്തിൽ എത്താനും സാധിക്കുന്നു. യജ്ഞങ്ങൾ ഒന്നും ചെയ്യാത്ത ഒരുത്തന് എന്താണ് സംഭവിക്കുക? അവർക്ക് ഈ ജന്മത്തിൽ സന്തോഷത്തോടെ കഴിയാൻ സാധിക്കുകയില്ല. അടുത്ത ജന്മത്തിലും അതിന് പറ്റില്ല. യജ്ഞം അനുഷ്ഠിക്കുന്നവർ പാപജീവിതത്തിലേക്ക് വലിച്ചെറിയപ്പെടും. യജ്ഞം അനുഷ്ഠിക്കാത്തവർ ഇത് മനസ്സിലാക്കി ബുദ്ധിയുള്ളവർ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കണം. അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ ഇടപെട്ടു പോകും. നമ്മൾ രക്ഷപ്പെടാൻ ഇതിനായിട്ട് ഒരുത്തൻ ജ്ഞാനത്തിലേക്ക് കടക്കണം. എന്നാലേ പാപകർമ്മങ്ങൾ തടയുവാൻ കഴിയൂ. മൃഗങ്ങൾക്ക് കുറച്ച് ബുദ്ധിയേ ഉള്ളൂ. അവർ അത് ഇന്ദ്രിയ സുഖങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ആഹാരം, നിദ്ര, ഭയം, മൈഥുന്യം. പക്ഷെ മനുഷ്യർ ഈ ശാരീരിക ആവശ്യങ്ങളുടെ പിന്നാലെ പോയാൽ നമുക്ക് ജന്മ മൃത്യു ചക്രം പൊട്ടിക്കാൻ പറ്റില്ല. ജന്മ മരണ ചക്രത്തിൽ നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. നമ്മൾ അന്വേഷിക്കണം. ഉയർന്ന ജീവിത തത്വങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്, അത് പ്രാപിക്കാനുള്ള മാർഗങ്ങൾ എന്താണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. വേദങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള 4 കാര്യങ്ങളാണ്: ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. ജീവിതത്തിന്റെ കഷ്ടതകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ധർമ്മം. ഒരു നാൾ വൃത്തൻ അനുഷ്ഠിക്കുമ്പോൾ അതിനെ ഫോളോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവന് അർത്ഥം കിട്ടുന്നു, ധർമ്മ അർത്ഥ. അവന് ജീവിത സൗകര്യങ്ങൾ വരുന്നു, മണി, ഗെറ്റിംഗ് മണി, ജീവിത സൗകര്യങ്ങൾ ലഭിക്കുന്നു, കഷ്ടതകൾ ഇല്ലാതാകുന്നു, ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു. പിന്നെ കാമ, അവന്റെ ആവശ്യങ്ങള്, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തണം. അതിനായിട്ട് കൂടുതൽ ഇന്ദ്രിയ പ്രീതി നടത്തുന്നു. നിയന്ത്രണാതീതമായ ഇന്ദ്രിയ പ്രീണം മൃഗീയമാണ്. അവൻ പിന്നെ വേണ്ടത് ദുഃഖങ്ങൾ ഇല്ലാത്തതാവണം. അതിനാണ് ഈ മോക്ഷം. ഭഗവാൻ ധർമാർത്ഥ കാമ മോക്ഷത്തെ കുറിച്ചാണ് പറയണത് ഇവിടെ. ഭഗവാൻ ഇവർ നന്നായി ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തും. ഇത് ഫോളോ ചെയ്യുന്നവർക്ക് ഉയർന്ന ജീവിത സമ്പൂർണത, പരിപൂർണത എന്നത് കൃഷ്ണനുമായി ബന്ധപ്പെടുക എന്നത് മാത്രമാണ്. ഇതാണ് ഏറ്റവും ഉയർന്ന അവസ്ഥ, സമ്പൂർണത, പരിപൂർണത ജീവിതത്തിന്റെ. ഭഗവാന്റെ അടുത്തേക്ക് പോകും, അവിടെ ഭഗവാനെ സേവിക്കുക. ഇപ്പോഴത്തെ ആധുനിക ലോകത്തിന്റെ പ്രശ്നം, ഒരു യജ്ഞങ്ങളും ചെയ്യാതെ തന്നെ ഇന്ദ്രിയ തൃപ്തി വേണം അവന്. പക്ഷേ കർമ്മ നിയമം, ലോ ഓഫ് കർമ്മ ഇത് സമ്മതിക്കുന്നില്ല. ആയതിനാൽ അവർക്ക് അനന്തമായ കഷ്ടപ്പെടണം, ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും. ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന പൂർണ്ണത നമ്മൾ തിരിച്ച് ഭഗവത്ധാമത്തിലേക്ക് പോവുക എന്നതാണ്. ഇതാണ് ഏറ്റവും പൂർണ്ണത. ആർക്കാണ് ഇത് സാധിക്കുക? കൃഷ്ണാബോധം പരിചരിക്കുന്നവർക്കാണ് ഇത് സാധിക്കുക. അത് എന്തൊക്കെയാണ്? ഹരിനാമം ജപിക്കുക,
ഗ്രഹണം ശ്രവണം ചെയ്യുക, കൃഷ്ണനെ ആരാധിക്കുക, എന്നിട്ട് ശരീരം വെടിയുമ്പോൾ കൃഷ്ണധാമത്തിലേക്ക് തിരിച്ചു പോവാൻ കഴിയും. അപ്പോൾ ധർമ്മ അർത്ഥ കാമ മോക്ഷ മാർഗങ്ങളോ അവയിൽ പറഞ്ഞവ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് നേരിട്ട് ഭക്തിമാർഗം അഥവാ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിച്ചിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് മടങ്ങുക. അപ്പൊ നമ്മൾ കൃഷ്ണൻ തക്ക പറഞ്ഞു തന്നുണ്ട്. 32 ഏവം ബഹുവിധ യജ്ഞ വിദുത ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിധീതാൻ സർവാനേവം വിമോക്ഷ്യസേ. പല വിധത്തിലുള്ള ഈ യജ്ഞങ്ങളെല്ലാം ദേവസമ്മതങ്ങളാണ്. ഇവയെല്ലാം വിവിധ കർമ്മങ്ങളിൽ നിന്നും ഉളവയുമാണ്. ഈ സത്യം മനസ്സിലാക്കിയാൽ നിനക്ക് മുക്തി നേടാം. ഇവിടെ കൃഷ്ണൻ എല്ലാ യജ്ഞങ്ങളെയും അന്ത്യമാണ് എന്താണെന്ന് വിവരിക്കുന്നു. വിവിധതരം യജ്ഞങ്ങളാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം നേരിട്ട് ഭഗവാന്റെ മുഖത്തു നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. കായ മനസ്സ വാച, കായ മനസ്സ വാച, ഇത് ഇവ കൊണ്ട് ചെയ്യുന്ന വിവിധതരം യജ്ഞങ്ങൾ വൈവിധ്യമുള്ള മനുഷ്യർക്കായിട്ട് പറഞ്ഞിട്ടുള്ളവയാണ്. പലതരം മരുന്നുകൾ പലതരം ശരീരത്തിന് യോജിച്ചതനുസരിച്ച് കൊടുക്കുന്നത് പോലെ നമുക്ക് ഈ യജ്ഞങ്ങൾ അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അവർ ജീവിതത്തിന്റെ ഉയർന്ന പ്രതലത്തിലാണ് എത്തുന്നത്. നമ്മൾ വേദാനുസരണം യജ്ഞങ്ങൾ ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്താൽ എന്ത് സംഭവിക്കും? അവർക്ക് ഒരു നേട്ടവും കൈവരുന്നില്ല. ഭൗതികർ വളരെ ഉറച്ചു വിശ്വസിക്കുന്നത് എന്താണ്? അവർ ഈ ശരീരമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ബലമായിട്ട് ജീവിതത്തിലെ ഉയർന്ന വശങ്ങൾ മനസ്സിലാക്കാൻ ആയിട്ട് വേദങ്ങൾ യജ്ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ്? നമുക്ക് ഈ ഉയർന്ന തത്വങ്ങൾ മനസ്സിലാക്കാൻ. ഓരോരുത്തർക്കും പറ്റുന്നതാണിത്, അനുയോജ്യമായതാണ് ഈ യജ്ഞങ്ങൾ. ഇതിനെ കുറച്ചൊക്കെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇവയെല്ലാം നമ്മുടെ ശാരീരിക ബോധത്തെ മാറ്റിക്കിട്ടാൻ വേണ്ടിയുള്ളതാണ്. ജീവിത ലക്ഷ്യം മനസ്സിലായാൽ അവർ ജ്ഞാനത്തിന്റെ തലത്തിലെത്തുന്നു. ജന്മ മരണ ചക്രം മുറിക്കണം എന്ന് മനസ്സിലാകുന്നു. അതിന് ചെയ്യേണ്ടത് എന്താണെന്നും മനസ്സിലാകുന്നു. കലിയുഗത്തിൽ കൃഷ്ണനെ പ്രാപിക്കാൻ സങ്കീർത്തന യജ്ഞം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ അനുസരിക്കണം. ശ്ലോകം 33 ശ്രേയാൻ ദ്രവ്യൈ മയാദ്യോജ്ഞാനയാ യജ്ഞ പരം തപാ സർവം കർമ്മ കിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹേ ശത്രുജ്ഞയ, ദ്രവ്യയജ്ഞക്കാൾ സ്വന്തമായുള്ളതിനെ ത്യജിക്കുക. ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം, ജ്ഞാനത്തോട് ചെയ്യുന്ന യജ്ഞം. ഹേ പാർത്ഥ, സർവകർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ്. അപ്പൊ എല്ലാ തര യജ്ഞങ്ങളും ഈ പറഞ്ഞ ശേഷം അത് എങ്ങനെയാണ് ജ്ഞാനത്തിലേക്ക് കടക്കുന്നത് എന്ന് കൃഷ്ണൻ ഇവിടെ പറയുന്നു. അറിവിലൂടെ ചെയ്യുന്ന യജ്ഞങ്ങൾ യജ്ഞത്തെക്കാൾ മഹത്താണ്. ആദ്യം സംഭവിക്കുന്നത് എന്താണ്? അവന് പൂർണ്ണ ജ്ഞാനം ലഭിക്കുന്നു. ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും മുക്തി വരുന്നു. പിന്നെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാനും സാധിക്കുന്നു. യജ്ഞം അറിവില്ലാതെ ചെയ്യുമ്പോൾ അവന് ഒരു ഗുണവും ലഭിക്കുന്നില്ല. ജ്ഞാനം നേടിയവർ ആത്മീയ തലത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്കറിയാം ഭൗതിക പ്രവൃത്തികൾ താൽക്കാലികമായിട്ടുള്ളതാണ്, മറിച്ച് ആത്മീയമായ പ്രവൃത്തികൾ ശാശ്വത ബലവും കിട്ടുമെന്ന്. അതിനാൽ ലോകത്തിൽ ചെയ്യുന്ന യജ്ഞത്തെ എന്താണ്? ആത്മീയ തലത്തിൽ ചെയ്യുന്ന യജ്ഞങ്ങള്. ജ്ഞാനത്തിന്റെ ആദ്യ ലെവൽ എന്താണ്? ആദ്യ തലം നമ്മൾ ആത്മാക്കളാണ്. അടുത്തത് എന്താണ്? ആരാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന അറിവ്. അടുത്ത ലെവൽ ഓഫ് ജ്ഞാനം 3 തരം സാക്ഷാത്കാരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മൻ സാക്ഷാത്കാരം, പരമാത്മാ സാക്ഷാത്കാരം, പിന്നെ അറിയുന്നത് ഭഗവാൻ കൃഷ്ണനുമായുള്ള നമ്മുടെ ബന്ധം. നമ്മൾ ഇത് അറിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഒരു ഭക്തി യോഗി അതിലൂടെ അങ്ങനെ ഈ ജ്ഞാനം, അറിവ്, ഭക്തിയോഗ അഥവാ കൃഷ്ണബോധത്തിൽ അവസാനിക്കുന്നു. ഇനി കർമ്മകാണ്ഡ ജ്ഞാനകാണ്ഡത്തെ കുറിച്ച് പറയുന്നുണ്ട്. കർമ്മകാണ്ഡ ഇത്
താഴ്ന്ന തലത്തിലുള്ള ബോധമാണ്. ഭൗതികമായതെല്ലാം വേണം, കൂടുതൽ കൂടുതൽ വേണം, ഇന്ദ്രിയ പ്രീണത്തിനായിട്ടാണ് ഇതൊക്കെ. ഇതാണ് താഴ്ന്ന തരം ബോധം. ജ്ഞാനകാണ്ഡ ഇവർ മനസ്സിലാക്കുന്നത് ഭൗതികമായതൊന്നും അവനെ നിലനിർത്താൻ പറ്റില്ല, കഷ്ടതകളും മാറില്ല. അതുകൊണ്ട് അവൻ ആത്മീയ തലത്തിൽ പ്രവർത്തിക്കാൻ തീർച്ചപ്പെടുത്തുന്നു. ഭക്തിയോഗ ഇത് കൃഷ്ണന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെന്നുള്ളതാണ്. എന്നാൽ അവൻ ഭഗവാന്റെ തന്നെ ഒരംശം പാർട്ട് ആൻഡ് പാർസലാണെന്ന് അവൻ തിരിച്ചറിയുന്നു. പിന്നെ എല്ലാ പ്രവൃത്തികളും കൃഷ്ണനെ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നു. ഇതാണ് ഏറ്റവും ഉത്തമമായ ഉയർന്ന അറിവ്. നേരിട്ട് ഏക മനസ്സോടെ പൂർണ്ണ ഭക്തിയിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും വേദങ്ങൾ പഠിക്കുകയും പ്രത്യേകിച്ച് ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവതവും പിന്നെ ഭക്തരോട് സത്സംഗവും ചെയ്ത് പ്രസാദം സേവിച്ചും തുളസിദേവിയെ ശുശ്രൂഷിച്ച് ഉയർന്ന തലത്തിലേക്ക് വളർന്ന് വരുന്നു. അങ്ങനെ അവർക്ക് ജനന മരണ ചക്രം ഭേദിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നു. ഇത് തന്നെയാണ് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യവും. ശ്ലോകം 30 പരിസേവയ എങ്ങനെ നമുക്ക് അതീന്ദ്രിയ ജ്ഞാനം ലഭിക്കും? കൃഷ്ണൻ ഇതിന് ഉള്ള ഉത്തരം ഈ ശ്ലോകത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഭഗവത്ഗീതയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. എല്ലാവരും അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മുടെ ഇതാണ് ഗുരുവിനെ സമീപിക്കുക, അവർക്ക് സേവനങ്ങൾ ചെയ്യണം. വിനയപൂർവം അദ്ദേഹത്തോട് രണ്ട് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു ആത്മീയ ഗുരുവിനെ സമീപിച്ച് വിനയപൂർവ്വം സേവനം അനുഷ്ഠിക്കുക. അത്തരം ഒരു ഗുരു നമുക്ക് എല്ലാ ജ്ഞാനവും പകർന്നു തരും. കാരണം അവർ തത്വദർശിനിയാണ്, അവർക്ക് സത്യം കണ്ടവരാണ്, സത്യം അവർക്കറിയാം. ഉപദേശേന്ദ്രിയ ജ്ഞാനം. ഗുരുവിന്റെ യോഗ്യത എന്താണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ. അദ്ദേഹം പരമ്പര ഡിസപ്ലിൻ വിതരണം ചെയ്യും. നമുക്ക് 4 സമ്പ്രദായങ്ങൾ ഉണ്ട്. 1 ബ്രഹ്മ സമ്പ്രദായ, 2 ലക്ഷ്മി സമ്പ്രദായ, 3 രുദ്ര സമ്പ്രദായ, 4 കുമാര സമ്പ്രദായ. നമ്മുടെ ഗുരു ഈ ഏതിൽ നിന്നും ഉള്ളവരാകണം. അതിനെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു അംഗീകൃത ഗുരുവിനെ നമ്മൾ വിശേഷിപ്പിക്കും. ഈ 4 സമ്പ്രദായങ്ങളിൽ നിന്നല്ലാത്ത ഒരു ഗുരുവിനെ ഉപേക്ഷിക്കണം, സ്വീകരിക്കരുത്. അവർക്ക് ഗുരുവാകാൻ കഴിയില്ല. കാരണം അവർക്ക് കൃഷ്ണന്റെ സാക്ഷ്യം അതേപോലെ മുന്നേറാൻ കഴിയുന്നതാണ്. നമ്മൾ ഒരു അംഗീകൃത ഗുരുവിനെ സമീപിക്കണം. അദ്ദേഹത്തിൽ ശരണാഗതി പ്രാപിച്ച് ഒരു താഴ്ന്ന ദാസനെ പോലെ അദ്ദേഹത്തിന് സേവ ചെയ്യണം. നമ്മൾ നമ്മുടെ അഹങ്കാരം ഗുരുവിനോട് കാണിക്കാൻ പാടില്ല. ഇതാണ് ഭഗവാൻ ധാമത്തിലേക്ക് പോകാനുള്ള സൂത്രം. ദ കീ. നമ്മുടെ സേവനം, നമ്മുടെ വിനയത്വം, നമ്മുടെ ഭാവം, ഇതെല്ലാം കൊണ്ട് ഗുരുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും. ഗുരുവിനെ നമസ്കരിക്കണം. അദ്ദേഹം നമുക്ക് കൃഷ്ണനെ തരുന്നു. അതിലും വലുതായിട്ട് മഹത്തായിട്ട് വേറെ എന്താണുള്ളത്? തിരിച്ചു നമുക്ക് എന്ത് നൽകാൻ കഴിയും? കുറച്ച് അദ്ദേഹം തീർച്ചയാക്കും എപ്പോഴാണ് നമുക്ക് ജ്ഞാനം നൽകേണ്ടത് എന്നത്. അദ്ദേഹം നമ്മുടെ ബുദ്ധി, ആത്മാർത്ഥത ാണ് നമുക്ക് ജ്ഞാനം തരുന്നത്. ഈ ജ്ഞാനം ലഭിക്കുമ്പോൾ നമുക്ക് കൃഷ്ണനെ ലഭിക്കുന്നു. നമ്മൾ ഗുരുവിനെയും കൃഷ്ണനെയും സേവിച്ച് നമ്മുടെ ജീവിതം. ശ്ലോകം 35. ശേഷേണ ദൃശ്യസ്യാത്മന്യു തോമയി. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും മായക്കീനമായില്ല. സർവ്വ പരമപുരുഷന്റെ അംശങ്ങളാണെന്നും അവ എന്റേതാണെന്നും നിനക്ക് സ്പഷ്ടമാവും. അപ്പൊ ഈ 35ാമത്തെ ശ്ലോകത്തില് പറയണത്
അതീന്ദ്രിയ ജ്ഞാനം കിട്ടിയാലുള്ള നേട്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയണത്. അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ മഹിമകളും അതിന്റെ നേട്ടങ്ങളും ഭഗവാൻ പറഞ്ഞു തരുന്നു. യജ്ഞങ്ങൾ ചെയ്താൽ നമുക്ക് അതീന്ദ്രിയ ജ്ഞാനം നേടാം. പിന്നീട് എന്താ സംഭവിക്കുന്നത്? നമുക്ക് നമ്മൾ മായയ്ക്ക് ഒരിക്കലും അടിമപ്പെടില്ല. എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവയെല്ലാം തന്റേതാണെന്ന് കൃഷ്ണൻ പറയുന്നു. എല്ലാ ജീവജാലങ്ങളും എല്ലാ ആത്മാക്കളും കൃഷ്ണന്റേതാണെന്ന് കൃഷ്ണൻ തന്നെ താൻ പറയുന്നുണ്ട്. മായയുടെ വിശദീകരണം എന്താണ്? മാ എന്നാൽ അല്ല, യാ എന്നാൽ ഇത്, സത്യമല്ലാത്തത് എന്നർത്ഥം. കൃഷ്ണനിൽ നിന്നും വിട്ടിട്ടുള്ള ജീവിതം മായയാണ്. പലരും പറയുന്നുണ്ട് കൃഷ്ണൻ പരമദിവ്യോത്തമ അല്ല, ചിലർ ബ്രഹ്മജ്യോതിസാണ് ദൈവം എന്ന് പറയുന്നു. മായാവാദികൾ കൃഷ്ണനേക്കാൾ പ്രാധാന്യം ബ്രഹ്മജ്യോതിക്ക് നൽകുന്നു. സത്യത്തിൽ കൃഷ്ണനാണ് എല്ലാറ്റിന്റെയും ഉറവിടം, കാരണം. എല്ലാത്തിന്റെയും കാരണം കൃഷ്ണനാണ്. അപ്പോൾ ബ്രഹ്മത്തിന്റെയും കാരണം കൃഷ്ണൻ തന്നെയല്ലേ? കൃഷ്ണന്റെ എത്രയോ അവതാരങ്ങൾ വിസ്തരിച്ചിട്ടുണ്ട്. മായാവാദികൾ പറയുന്നത് ഇപ്പോൾ ഒരു കേക്കിനെ മുറിച്ച് വിതരണം ചെയ്ത് അത് തീർന്നു പോകും. അതുപോലെ കൃഷ്ണനും സംഭവിക്കുന്നത് അങ്ങനെയാണെന്നാണ് അവര് പറയുന്നത്. കൃഷ്ണൻ അവതരിക്കുന്നു, കുറെ വിസ്തരിക്കുന്നു, അവസാനം ഭഗവാൻ പിന്നെ ഇല്ലാതാകുന്നു. അവർക്ക് അറിയാത്തത് ആത്മീയ ലോകത്തിലെ ഗണിതമാണ്, വ്യത്യസ്തമാണെന്നാണ്. ഇവിടെ ഭൗതിക ലോകത്തിൽ ഒന്നിൽ നിന്നും ഒന്നെടുത്താൽ ശൂന്യം, ഭൗതിക ലോകത്ത് അതുപോലെ 1+1 2. പക്ഷെ ആത്മീയ ലോകത്തിൽ 1 - 1 1 തന്നെയാണ്, 1+1 1 തന്നെയാണ്. കാരണം നമ്മൾ മായയിലായതുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല. നമ്മൾ എല്ലാവരും കൃഷ്ണനെ സംതൃപ്തിപ്പെടുത്തേണ്ടവരാണ്. അതാണ് ഉദ്ദേശം. മായ കാരണമാണ് അർജുനന് തന്റെ ബന്ധുക്കളാണ് കൃഷ്ണനുമായി തന്റെ ശാശ്വതമായ ബന്ധത്തെക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് തോന്നിയത്. നമ്മൾ എല്ലാവരും കൃഷ്ണന്റെ അംശങ്ങളാണ്, കൃഷ്ണന്റെ ദാസന്മാരാണ്. നമ്മുടെ സ്വരൂപം കൃഷ്ണനെ സേവിക്കുക എന്നതാണ്. ഗീത പാഠങ്ങൾ എല്ലാം ഇതിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത്. മറ്റെല്ലാം മായയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് മായയിൽ കഴിയുന്നത്? കാരണം നമ്മൾ കൃഷ്ണനെ മറന്നത് കൊണ്ടാണ്. ഭഗവാനുമായുള്ള നമ്മുടെ ശാശ്വതമായ ബന്ധം നമ്മുടെ ബന്ധം പറയുന്നത്. ഭക്തി പരിശീലിക്കുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വരും. കൃഷ്ണൻ ഭഗവാൻ ആണെന്നും മനസ്സിലാവും. ഈ തിയറി നമ്മൾ ലോകത്തിനെ ശാശ്വതമായി അംഗീകരിച്ചു. പക്ഷെ ഈ ലോകം താൽക്കാലികം മാത്രമാണ്. മായയാൽ ഇത് നമ്മൾ മനസ്സിലാകുന്നില്ല. കൃഷ്ണൻ മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. നമ്മളും കൃഷ്ണനുമായിട്ടുള്ള ബന്ധവും ശാശ്വതമാണ്. നമ്മൾ ശാശ്വതമാണ്, പക്ഷെ ഇപ്പോൾ മായയിലാണ്. കൃഷ്ണനെ മറന്നാൽ മായയിൽ അകപ്പെടുന്നു. മോക്ഷം എന്ന് പറയുന്നത് കൃഷ്ണന്റെ ദാസനാണെന്ന് മനസ്സിലാക്കി അങ്ങനെ സ്ഥിതി ചെയ്യുന്നതാണ് മോക്ഷം. അതാണ് നമ്മുടെ ആത്മീയ സ്വരൂപം. നമ്മൾ ആത്മാർത്ഥമായി ഭക്തി പരിശീലിക്കുമ്പോൾ നമ്മുടെ സ്വരൂപസിദ്ധി മനസ്സിലാകും. അപ്പോൾ നമ്മൾ മോക്ഷാത്മാക്കളായി മാറും. അപ്പോൾ ഈ അതീന്ദ്രിയ ജ്ഞാനം നേടിയവർ മായയിൽ ഒരിക്കലും പെടില്ല. ശ്ലോകം സർവേഭ്യ പാപകൃത്തമാ സർവം ജ്ഞാനപ്ലവേനേവ വ്യജനം അന്തരിഷ്യസി. പാപികളിൽ വെച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്രിയ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖസമുദ്രം തരണം ചെയ്യാൻ സാധിക്കും. അപ്പോ ഈ 36-ാമത്തെ ശ്ലോകം ഇത് വളരെ നല്ല ശ്ലോകം. ഞാൻ അപ്പൊ ഇവിടെ 3 വളരെ പാപിയായ ഒരാളെ എങ്ങനെ ശുദ്ധീകരിക്കും? രണ്ടാമത്, ശുദ്ധീകരിക്കാത്തവർത്തിന് എങ്ങനെ ജ്ഞാനം ലഭിക്കും? 3, ജ്ഞാനം ലഭിക്കുന്ന ഒരുവൻ എങ്ങനെയാണ് അവന്റെ യഥാർത്ഥ സ്ഥാനത്തിൽ പ്രവർത്തിക്കുക? പാപിയായ അവൻ ഗ്യാരണ്ടിയാണ്. ഭൗതിക ലോകത്തിനെ ചിലപ്പോൾ ആളിക്കത്തുന്ന വനമാണെന്ന് പറയാറുണ്ട്. എത്രമാത്രം കഷ്ടതകൾ, എവിടുന്നാണ് ഈ കഷ്ടതകൾ വരുന്നതെന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. വനത്തിലെത്തി ആര് കൊളുത്തി എന്ന് അറിയാത്തതുപോലെ ഇതും അറിയുന്നില്ല. എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. അതിന് പുറമെ ഈ ലോകം ഒരു അജ്ഞാത സമുദ്രമാണ്, ഓഷൻ ഓഫ് നെസ്യൻസ്, ജനന മരണത്തിന്റെ സമുദ്രം. ഇത് ബുദ്ധിമുട്ടാണ് മറികടക്കാൻ. സമുദ്രം മധ്യത്തിലെ ഒരു മനുഷ്യൻ
അവൻ എങ്ങനെ രക്ഷപ്പെടും? അവൻ നീന്തുന്നുണ്ട്, പക്ഷെ കരയെത്താൻ പറ്റില്ല. അതുപോലെ നിലനിൽപ്പിനുള്ള സമരം, പോരാട്ടം വളരെ കടുപ്പമേറിയതാണ്. ആരെങ്കിലും വന്ന് അവനെ സമുദ്രത്തിൽ നിന്ന് ഉയർത്തുകയാണെങ്കിൽ അവൻ ഏറ്റവും വലിയ രക്ഷകനാകുന്നു. ഒരു തോണി വന്ന് കഷ്ടതകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു സമുദ്രത്തിൽപ്പെട്ടവനെ. ഈ തോണി ഏതാണ്? അതാണ് കൃഷ്ണ ഭഗവാന്റെ തൃപ്പാദങ്ങൾ. ഈ ലോകത്ത് ഓരോ അടി വെക്കുമ്പോഴും നമുക്ക് അതിൽ അപകടം നിറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ഒരു തോണിയുണ്ട്, അതാണ് കൃഷ്ണന്റെ ചരണാംബുജങ്ങൾ. അതിനെ ശരണം പ്രാപിച്ചവർ രക്ഷപ്പെടുന്നു. സമ്പൂർണ്ണ ജ്ഞാനം, അതാണ് കൃഷ്ണന്റെ ചരണാംബുജങ്ങൾ. ഈ തൃപ്പാദങ്ങളെ ശരണം പ്രാപിച്ചവർക്ക് സമ്പൂർണ്ണ ജ്ഞാനം കൈവരുന്നു. കൃഷ്ണാബോധമാകുന്ന തോണി വളരെ ലളിതവും വളരെ ഉത്കൃഷ്ടവും ഉദാത്തവുമാണ്. ഭക്തിയിൽ എന്താണ് ഉള്ളത്? അത് നമുക്ക് ശ്രദ്ധയോടെ ഹരിനാമം ജപിക്കലും സേവനം അനുഷ്ഠിക്കലുമാണ്. നമ്മൾ കൃഷ്ണനെ കുറിച്ച് പുസ്തകം വായിക്കുക, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ഭക്തരെ കുറിച്ചുള്ള വിവരങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകൾ ഒന്നും തന്നെ തോന്നുകയേ ഇല്ല. ഭക്തി പരിശീലിക്കുമ്പോൾ അവന് ദിവസേന പുതിയ പുതിയ സാക്ഷാത്കാരം കിട്ടുന്നു. അവൻ ഈ ഭക്തി പ്രക്രിയ രസിക്കാൻ തുടങ്ങുന്നു. കൃഷ്ണാവബോധത്തിന്റെ തോണിയിൽ കയറിയാൽ അവൻ എത്ര വലിയ കൊടിയ പാപി ആയാൽ പോലും അവൻ ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെ അവസാനം അവൻ ഈ ദുരിതക്കടൽ ഓഷണരസം മറികടക്കുന്നു. ശ്ലോകം 37. യഥേതാംസി സമിതോഗ്നീർ ഭസ്മസ്തോ കുരുതേർ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അല്ലയോ അർജുന, കത്തുന്ന തീ വിറകിനെ എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മ ഫലങ്ങളെയും ഭസ്മമാക്കുന്നു. അപ്പോ അതീന്ദ്രജ്ഞാനം നേടിയവന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അഗ്നി മരത്തിനെ കത്തി ചാമ്പലാക്കുന്നത് പോലെ ജ്ഞാനാഗ്നി ഒരുത്തന്റെ കർമ്മഫലങ്ങളെയും ചാരമാക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ജ്ഞാനത്തിന് നമ്മുടെ പാപകർമ്മങ്ങളെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് നില്ലാക്കാൻ പറ്റും. ഈ ശ്ലോകം ഭക്തിയുടെ ഐശ്വര്യങ്ങൾ, ജ്ഞാനത്തിന്റെ മഹിമകൾ എല്ലാം വിവരിക്കുന്നതാണ്. ആത്മജ്ഞാനം, സ്വയം അറിയൽ, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം, ഇവയാണ് ജ്ഞാനയോഗ. പക്ഷേ ഭക്തി യോഗയിൽ അത് ജ്ഞാനം, പരമാത്മാജ്ഞാനം, അവർ തമ്മിലുള്ള ബന്ധം എല്ലാം അടങ്ങുന്ന ജ്ഞാനമാണ്. പരമാത്മാവും നമ്മളും പരമാത്മാവും തമ്മിലുള്ള ബന്ധം. ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനമാണ്. ഈ ജ്ഞാനം ലഭിച്ചാൽ നമ്മൾ ഭഗവാനെ സേവിക്കേണ്ടവരാണ്. അങ്ങനെ നമ്മൾ സേവിക്കുമ്പോൾ ഈ പ്രത്യേക ജ്ഞാനാഗ്നി നമ്മളെ ജന്മ മരണ ചക്രത്തിൽ നിന്നും മുക്തരാക്കുന്നു. ഇതാണ് ജീവിത ലക്ഷ്യം. ജന്മ മരണ ചക്രത്തിനെ ഭേദിക്കുക. നമ്മൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പുണ്യം നേടുന്നു. നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പാപം നേടുന്നു. ചെയ്യുന്ന പുണ്യം ആസ്വദിക്കാനും ചെയ്ത ഭാവഫലങ്ങൾ അനുഭവിക്കാനും നമ്മൾ വേറെ ജന്മം എടുക്കേണ്ടി വരുന്നു. ചോദ്യം ഇതാണ്, അപ്പോൾ മോക്ഷം നേടാൻ ഒരാൾ എന്ത് ചെയ്യണം? അവന്റെ പുണ്യവും പാപവും പൂജ്യമാക്കണം. എന്നാലേ ജന്മ മൃത്യു മരണത്തിന് തടയാൻ പറ്റൂ. ഭക്തി സേവനം അഥവാ കൃഷ്ണബോധത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനാഗ്നി നമ്മളുടെ രണ്ടും പുണ്യവും പാപത്തിനെയും ഫലങ്ങൾ എരിഞ്ഞ് ചാരമാക്കി അതിനെ 0 ആക്കുന്നു. 4 തരം കർമ്മഫലങ്ങൾ പറയുന്നുണ്ട് ഇവിടെ. ഒന്ന്, മുമ്പ് ചെയ്തിട്ടുള്ള പാപങ്ങൾ. ഇതിന്റെ കർമ്മഫലം നമ്മുടെ കർമ്മ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതാണ് പ്രാരബ്ധ കർമ്മം. ചിലതൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതെല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചതാണ്, ഇപ്പോൾ വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ആ കർമ്മവും ഉണ്ട്. അതാണ് അപ്രാരബ്ധ കർമ്മം. അത് പിന്നീട് അനുഭവിക്കാനുള്ളതാണ്. പിന്നെ കൂടം, പാപം ചെയ്യുവാനുള്ള വാഞ്ച, ടെൻഡൻസി, വാസന, ബീജ, പാപം ചെയ്യാനുള്ള ആഗ്രഹം, പ്രത്യേകിച്ച് സെക്സ് കാര്യങ്ങൾ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോ അപ്രാരബ്ധ കർമ്മം അത് ബാങ്കിൽ സ്റ്റോർഡ് ആണ്. പ്രാരബ്ധ കർമ്മം അത് ഈ ജന്മം അനുഭവിക്കാൻ വിധിച്ചിട്ടുള്ളതാണ്. കൂടം, തെറ്റു ചെയ്യുവാനുള്ള വാസന, പിന്നെ ബീജം, തെറ്റു ചെയ്യുവാനുള്ള ആഗ്രഹം. അങ്ങനെ അവൻ പാപം ചെയ്യുന്നു. ഇവിടെ ഒരു മനോഹരമായ കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഈ 4 പ്രാരബ്ധ, അപ്രാരബ്ധ, കൂട, ബീജ ഇവയെല്ലാം തന്നെ കത്തി ചാമ്പലാക്കുന്നതാണ് അതീന്ദ്രിയ ജ്ഞാനം. ഈ അതീന്ദ്രജ്ഞാനം നേടി ഭക്തിയുക്ത സേവനം പരിശീലിക്കുമ്പോൾ ഇപ്പോൾ അവൻ ജന്മമൃത്യു ചക്രം ഭേദിക്കാൻ യോഗ്യനാകുന്നു. ആയതുകൊണ്ട് എല്ലാവരും ഭക്തി സേവനം തുടങ്ങണം. ഈ യുഗത്തിൽ ഭക്തി സേവനത്തിന്റെ മുഖ്യ വിശേഷത
ശ്രവണവും കീർത്തനവുമാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ നമ്മൾ അറിയാതെ തന്നെ ഈ പാവബലങ്ങളെല്ലാം അലിഞ്ഞില്ലാതെയാക്കും. വളരെ നല്ല മനോഹരമായ പോയിന്റാണിത്, നോട്ട് ചെയ്യണം. ശ്ലോകം 38. നഹി ജ്ഞാനേന സദൃശം പവിത്രമിക വിദ്യതേ തൽസ്വയം യോഗ സംസിദ്ധ കലോനാത്മനി വിന്ദതി. ഈ ലോകത്തിൽ അതീന്ദ്രജ്ഞാനം പോലെ പ്രശുദ്ധവും ശ്രേഷ്ഠവുമായ മറ്റൊന്നുമില്ല. ആ ജ്ഞാനം അധ്യാത്മ ദർശനത്തിന്റെ പരിപക്വ ബലമാണ്. ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കാൻ കഴിയും. 38ാമത്തെ ഈ ശ്ലോകത്തില് പറഞ്ഞിട്ടുള്ളത്, കൃഷ്ണൻ പറയാണ്, ഈ ലോകത്തിലെ അതീന്ദ്രജ്ഞാനത്തെക്കാൾ വിശുദ്ധമായി പവിത്രമായി മറ്റൊന്നും തന്നെ ഇല്ല. ഇത് ഉദാത്തമാണ്. ഈ ജ്ഞാനമാണ് അധ്യാത്മ ദർശനം, മിസ്റ്റിസിസത്തിന്റെ ഫലം. ഈ ജ്ഞാനം ലഭിച്ചാൽ അതിനെ ഉള്ളിൽ ആസ്വദിക്കുകയും ചെയ്യും. ഭക്തി സേവനം പരിശീലിക്കുന്നതിന്റെ ഫലം അവർക്ക് അതീന്ദ്രിയ ജ്ഞാനം ലഭിക്കും. ഇത് ക്രമേണയാണ് ലഭിക്കുക. മനുഷ്യന് അപ്രാപ്യമായ കയ്യെത്താത്ത ദൂരത്താണ് ആത്മീയ ലോകം. അതീന്ദ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ മനുഷ്യന് കയ്യെത്താത്ത ദൂരത്താണ്. എന്നാലും അതിൽ ഭൗതിക മാലിന്യങ്ങൾ പുരളാത്തതാണ്. നമ്മുടെ ഈ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെടുക, മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ ജ്ഞാനമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിപ്പെടുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് പ്രധാന വാക്കുകൾ. അജ്ഞതയാണ് നമ്മുടെ ബന്ധനത്തിന് കാരണം, ജ്ഞാനമാണ് മോക്ഷത്തിലേക്കുള്ള കാരണം. അജ്ഞത കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വീണ്ടും വീണ്ടും ജന്മമെടുത്തുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണനെ അറിയുക, നമ്മളും ഭഗവാനുമായുള്ള ബന്ധം അറിയുക, എന്നിട്ട് ഭക്തിയുത സേവനം ചെയ്യുക. ആ ആൾ മോക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. അജ്ഞത ഒരുത്തനെ ഇവിടെ നിർത്തുന്നു, ജ്ഞാനം അവനെ അതിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് മുന്നോട്ട് പോണം. അത് പെർഫെക്റ്റാ. ഇത് പറഞ്ഞിട്ടുള്ളത് പെർഫെക്റ്റായ ഭഗവാനാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ശ്ലോകം 38 നഹി എല്ലാവരും സന്തോഷം. 38ാമത്തെ നഹി ജ്ഞാനേന സദൃശമേക വിദ്യത്തെ തത്സയം യോഗ സംശയ. എല്ലാവരും സന്തോഷത്തിനും സമാധാനത്തിനുമായി പരക്കം പായുകയാണ്. ഇത് എവിടെയും ഇല്ല. അത് തന്നെ ഒരു രാജാവിന്റെ പറയാം, എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷം മാത്രമില്ല. അതുകൊണ്ട് സാധുവിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. രാജാവ് സന്തോഷം കണ്ടെത്താൻ തനിക്ക് സന്തോഷം കണ്ടെത്താൻ സഹായിക്കുമെന്ന് സാധുവിനോട് അപേക്ഷിച്ചു. രാജാവിനെ അവിടെയുള്ള ഒരു തോട്ടത്തിൽ കൊണ്ടുപോയി. അവിടെ കുറെ പൂമ്പാറ്റകളെ കണ്ടു. സാധു രാജാവിന്റെ ഒരു പൂമ്പാറ്റയെ പിടിക്കാൻ ആവശ്യപ്പെട്ടു. നമ്മൾ കുട്ടിക്കാലത്ത് ഇതൊക്കെ ചെയ്ത് നോക്കിയവരല്ല. അതുപോലെ രാജാവ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഓടി ക്ഷണിച്ചു ഒരു ഭാഗത്ത് വന്നിരുന്നു. ആ സമയം മെല്ലെ ഒരു പൂമ്പാറ്റ വന്ന് രാജാവിന്റെ മൂക്കിലിരുന്നു. ഇപ്പോൾ സാധു രാജാവിനോട് പറഞ്ഞു, സന്തോഷത്തിന്റെ പിന്നാലെ പോകണ്ട, അത് തനിയെ വന്നുകൊള്ളും. നമുക്ക് മനസ്സിലാക്കിയത് സന്തോഷം അത് അറിയാതെ ഈ ജ്ഞാനം നേടി പരിശീലിക്കുമ്പോൾ മാത്രമാണ്, അല്ലാതെ വരില്ല. അങ്ങനെയുള്ള ജ്ഞാനം ആർക്കും ഒന്നും ചെയ്യുവാൻ അങ്ങനെ നിന്നും അകന്നു നിൽക്കുന്നു. അതീന്ദ്രിയ ജ്ഞാനം സമാപിക്കുന്നത് കൃഷ്ണാവബോധത്തിലാണ്. ശ്ലോകം 39 ശ്രദ്ധാവാം ലബ്ധേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ പരാം ശാന്തി മച്ഛരേണ ഗച്ഛതി. ഇന്ദ്രിയ സമയം ചെയ്തവനും സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനായുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹൻ തന്നെ. അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമായ ആധ്യാത്മിക ശാന്തി കൈവരും. ജ്ഞാനം സമ്പാദിക്കുന്നതിൽ വിശ്വാസത്തിനുള്ള പങ്ക് എന്താണ്? ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രധാനമാണ്. നമുക്ക് വളരെ വിശ്വാസം വേണമെന്നത്. വിശ്വാസത്തിനനുസരിച്ച് നമ്മുടെ ഭക്തി
വളരുക. ജ്ഞാനം നേടാനൊക്കെയാണ് ഉള്ള വിശ്വാസം. ആരെ ചുരുക്കുന്നതിന് ഭഗവാനെയും അവന് ജ്ഞാനം ലഭിക്കുമെന്ന് ഭഗവാനെ ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നവർക്കാണ് ജ്ഞാനം ലഭിക്കുക. ഈ വിശ്വാസമുള്ളവർക്ക്. മനുഷ്യർക്ക് പലതിലും വിശ്വാസമാണ്. ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിനെ വിജയിക്കാൻ നല്ല വിജയിക്കുമെന്ന് നല്ല വിശ്വാസമുണ്ട്. പക്ഷെ ഇത്തരം വിശ്വാസങ്ങൾ ശരിയാവണമെന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് ശാസ്ത്രത്തിലുള്ള വിശ്വാസം അതുപോലെ അല്ല. ശാസ്ത്രം തരുന്ന ജ്ഞാനം മുഴുവനും തികഞ്ഞ ജ്ഞാനമാണ്, പെർഫെക്റ്റ്. കാരണം അത് പെർഫെക്റ്റ് ആയ ഭഗവാനിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഭക്തി അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ വിജയിക്കുന്നു. നമ്മുടെ മാനുവൽ ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. വിശ്വാസത്തോടെ അതിനെ പിന്തുടരുമ്പോൾ ഒരാൾ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം പ്രാപിക്കുന്നു. വിശ്വാസം, അതായത് കൃഷ്ണൻ നമ്മളെ സംരക്ഷിക്കും, നമ്മൾക്ക് നല്ലതേ ചെയ്യൂ കൃഷ്ണൻ, ഈ വിശ്വാസം നമുക്കുണ്ടാകണം. കൃഷ്ണൻ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുന്നില്ല, നമ്മളാണ് കൃഷ്ണനെ ഉപേക്ഷിക്കുന്നത്. അത് സംഭവിക്കരുത്, ആ വിടുത്തം നമ്മൾ കാണിക്കരുത്. പൂർണ്ണ വിശ്വാസം ഇതാണ്. കൊണ്ട് എനിക്ക് മുഴുവൻ പോയവര് അങ്ങനെ ഭേദിക്കാൻ സാധിക്കുമെന്ന വിശ്വാസം, ഇതാണ് ശരിയായ വിശ്വാസം. ഇനി വിശ്വാസമില്ല, അപ്പോൾ എങ്ങനെ വിശ്വാസം വരും? പ്രഭുപാദർ പറയുന്നു, ഭക്തിയുടെ സേവനം പരിശീലിക്കുമ്പോൾ നമുക്ക് വിശ്വാസം തനിയെ വന്നുകൊള്ളുമെന്ന്. നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ട്, അതിപ്പോൾ ഒരുപാട് അഴുക്കുകൊണ്ട് മൂടിയിരിക്കുകയാണ്. കാമം, ക്രോധം, മോഹം, അസൂയ എന്നൊക്കെ കാരണം വിശ്വാസം തോന്നുന്നില്ല. നമ്മൾ എപ്പോൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ ശുദ്ധീകരണം തുടങ്ങും. അങ്ങനെ ശുദ്ധം ആകുമ്പോൾ വിശ്വാസം വരും. പിന്നെ കൃഷ്ണന് സറണ്ടർ ചെയ്യും. സ്വന്തം യജമാനോട് നമ്മൾ കീഴടങ്ങുന്നു. അപ്പോൾ നമ്മുടെ അതീന്ദ്രജ്ഞാനം ലഭിക്കുന്നു, നമുക്ക് അതീന്ദ്രജ്ഞാനം ലഭിക്കുന്നു. അതിനാൽ എല്ലാ ദിവസവും നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം നിർബന്ധം ജപിക്കണം. ശ്ലോകം 40. അജ്ഞശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകസ്ഥിനാപരോ ന സുഖം സംശയാത്മന. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ട്യാ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വരബോധം ലഭിക്കുന്നില്ല. അവർ അധപ്പതിക്കുന്നു. സംശയമായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സംതൃപ്തി ലഭ്യമല്ല. ഇവിടെ പറയണത്, കൃഷ്ണൻ പറയുന്നു, വിശ്വാസമില്ലാത്തവർക്കും ശാസ്ത്രത്തെ സംശയിക്കുന്നവർക്കും എന്താണ് സംഭവിക്കുക? ഈ ജന്മത്തിൽ മാത്രമല്ല, വരുന്ന ജന്മത്തിലും അവർക്ക് സന്തോഷം ലഭിക്കില്ല. ഇതാണ് അവർക്ക് ലഭിക്കുക. സംശയമുള്ളവർക്ക് ഒരുപാട് അംഗീകൃത ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ സാരാംശം, ജീവിതം എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു തരുന്ന മികച്ച ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. ഇവിടെ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഭഗവത്ഗീതയിൽ എങ്ങനെ ജീവിതത്തിന്റെ പരമ ലക്ഷ്യത്തിലെത്തണമെന്ന് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. മൃഗങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ്. അവർക്ക് ജീവിതത്തിൽ ഉയർന്ന വശങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല, ശാസ്ത്രങ്ങൾ വിശ്വാസമില്ല. ഇങ്ങനെയുള്ള ആൾക്കാരും ഇതുപോലെയുള്ള ആൾക്കാർ, ശാസ്ത്രങ്ങൾ വിശ്വസിക്കാത്തവർ, അവർക്ക് മൃഗങ്ങൾക്കില്ല. അവർ മൃഗങ്ങളെ പോലെയാണെന്നാണ് ഇത്. ചിലർക്ക് ശാസ്ത്രജ്ഞാനം കാണും, പക്ഷെ അവർക്ക് സംശയമാണ് അത് ശരിയാണോ അല്ലയോ എന്ന്. ഇതൊക്കെ ശരിയാണോ ഈ ശാസ്ത്രത്തിൽ പറഞ്ഞതൊക്കെ തോന്നിയിട്ടുണ്ടാവും പലവർക്കും നമുക്ക്. അപ്പോ 3 തരം ജനങ്ങളുണ്ട്: ആജ്ഞ, അശ്രദ്ധ, സംശയാത്മ. ഇവരിൽ വിശ്വാസമില്ലാത്ത, സംശയമുള്ളവർക്കും ജീവിതത്തിൽ ഒരു പുരോഗതിയും വരില്ല. ഇവരിൽ വിശ്വാസമില്ലാത്തവർക്കും സംശയമുള്ളവർക്കും ഒരു പുരോഗതിയും വരില്ല. സംശയാത്മകൾ ഒന്നും നേടുന്നില്ല, അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് ശാസ്ത്രത്തിൽ വിശ്വാസം വേണം. അങ്ങനെ ജ്ഞാനത്തിന്റെ പദവിയിലേക്ക് ഉയരുകയും വിജയിക്കുകയും ചെയ്യും. പലർക്കും സംശയങ്ങളാണ്. ആരാണ് ദൈവം? അത് കൃഷ്ണന് എന്താണ് ഉറപ്പ്, തെളിവ്? ഈ സംശയങ്ങൾ നീക്കിട്ടാൻ നമുക്ക് ശാസ്ത്ര പഠനം വേണം. അത് പഠിക്കുന്നത് ഒരു ഭക്തന്റെ മേൽനോട്ടത്തിൽ, ഗൈഡൻസിൽ വേണം പഠിക്കുവാൻ. അപ്പോൾ മനസ്സിലാകും ആരാണ് ഭഗവാൻ എന്ന്. മനുഷ്യജന്മം കിട്ടിയത് ശാസ്ത്രങ്ങളിൽ വിശ്വാസം ഇല്ലാതെ വരിക എന്നത് വളരെ വളരെ ദൗർഭാഗ്യകരമാണ്. ആദ്യം ഇത് കൃഷ്ണൻ ബ്രഹ്മാവിന് പറഞ്ഞു, വ്യാസമുനിക്ക് പറഞ്ഞു, വ്യാസമധ്വാചാര്യക്ക് പറഞ്ഞു. അങ്ങനെ പ്രഭുപാദർ, നമ്മുടെ ഇസ്കോൺ ഫൗണ്ടർ, 32ാമത്തെ ആചാര്യയാണ് ആ ശൃംഖലയിൽ വരുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ഇസ്കോൺ കാരണം അംഗീകൃത സമ്പ്രദായത്തിൽ നമ്മൾ വരുന്നത്, പരമ്പരയിൽ നിന്ന്. അപ്പൊ അങ്ങനെ
നമുക്ക് ഇവിടെ വന്നിട്ടുള്ള പുതിയ വന്ന കൂട്ടർക്കൊക്കെ ശരിയായ ദിശയിലേക്കാണ് നീങ്ങുന്നത്, ശരിയായ പാതയിലാണ് വന്നിരിക്കുന്നത്. സന്തോഷിക്കാം. ഞാൻ ലാഭത്തിന് 3 വഴികൾ പറയുന്നുണ്ട്. അല്ല, സോറി, 41. യോഗസംന്യാസ്ത കർമാണം ജ്ഞാന സംചിന്ന സംശയം ആത്മബന്ധം ന കർമാണി നിബന്ധന്തി ധനഞ്ജയ. അല്ലയോ ധനഞ്ജയ, തന്റെ കർമ്മഫലങ്ങൾ ഭക്തിസേവത്തിൽ എടുക്കുന്നവൻ ഏർപ്പെടുന്നവൻ ആധ്യാത്മിക സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം അയാൾ കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. അപ്പൊ 41 സംശയങ്ങൾ എങ്ങനെ നശിപ്പിക്കാമെന്നാണ് കൃഷ്ണൻ ഇവിടെ മനസ്സിലാക്കി തരുന്നത്. പ്രവർത്തന ബലങ്ങൾ ത്യജിച്ച ഒരാൾ ജ്ഞാനത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവനെ കർമ്മബലം സ്പർശിക്കില്ല. അർജുനൻ തുടക്കത്തിൽ യുദ്ധം ചെയ്യാൻ മടിയുണ്ടായിരുന്നു. യുദ്ധത്തിൽ കർമ്മബലം അനുഭവിക്കേണ്ടി വരുമെന്ന് സംശയിച്ചു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതിനെപ്പറ്റി നീ വ്യാകുലപ്പെടേണ്ട. ഭഗവത്ഗീതയുടെ നിർദ്ദേശങ്ങൾ ആര് പാലിക്കുന്നുവോ അവർക്ക് സംശയങ്ങളിൽ നിന്നും മുക്തി നേടാം. അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് മുക്തി നേടാം. ജ്ഞാനലാഭത്തിന് 3 വഴികൾ പറയുന്നുണ്ട്. പ്രത്യക്ഷ പ്രമാൺ കണ്ടത് വിശ്വസിക്കുക. പക്ഷെ നമ്മുടെ സെൻസസ് ഒന്നും ഇന്ദ്രിയങ്ങളൊന്നും അപൂർണമാണ്. നമ്മൾ തെറ്റായി പലതും കരുതുന്നു. ഈ ലോകത്ത് സന്തോഷമായി ജീവിക്കാമെന്ന് തന്നെ നമ്മൾ കരുതുന്നുണ്ട്. തെറ്റല്ലേ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമായതിനാൽ നമുക്ക് എപ്പോഴും തെറ്റുപറ്റുന്നുണ്ട്. നമുക്ക് മറ്റുള്ളവരെ പറ്റിക്കാനുള്ള പ്രവണതയുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് പ്രത്യക്ഷ പ്രമാണത്തെ വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെയാണ് അനുമാൻ പ്രമാൺ. ഇത് ഇത് ഊഹോപോഹങ്ങൾ ഓരോന്ന് പറയുന്നതാണ്. അനുമാനിക്കുകയാണ്, ഇതിങ്ങനെ ആയിരിക്കും, അത് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്നൊക്കെ. ഇത് സത്യമാവില്ല, അതും വിശ്വസിക്കാനാവില്ല. പിന്നെ 3ാമതാണ് ശബ്ദപ്രമാൺ. ഇതിനെ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കൃഷ്ണനിൽ നിന്നും വരുന്ന ജ്ഞാനം. ഈ ജ്ഞാനം പരമ്പര വഴി, ശിഷ്യ ഗുരു പരമ്പര വഴി വരുന്നു. കൃഷ്ണൻ സമ്പൂർണനാണ്. ഭൗതിക സൃഷ്ടിക്കും അപ്പുറമാണ് കൃഷ്ണൻ പറഞ്ഞു തന്ന ജ്ഞാനം. അതേപോലെ ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് ലഭിക്കുന്നു. പലവരും ചോദിക്കുന്നതാണ്, ഇത് സത്യമാണോ? ആരാ അറിഞ്ഞത്? ദൈവമാണ് കൃഷ്ണൻ തന്നതാണ് എന്നൊക്കെ ശരിയാണെന്നൊക്കെ. പക്ഷേ വേദശാസ്ത്രം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. നല്ലോണം ശ്രദ്ധിച്ചു കേൾക്കുക. ആർക്കെങ്കിലും വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒന്ന് തെറ്റാണ് എന്ന് തെളിയിച്ചാൽ എന്നാൽ മുഴുവൻ വേദശാസ്ത്രങ്ങളെയും നിങ്ങൾക്ക് നിരസിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേദത്തിന്റെ ഈ ആത്മവിശ്വാസം എത്ര മഹത്തായതാണ്! വേദശാസ്ത്രത്തിന്റെ ഒരു വാക്കുപോലും തെറ്റുകയില്ല. ഭഗവത്ഗീത കൃഷ്ണൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനോട് പറഞ്ഞു കൊടുത്തതാണ്. ഈ ഭഗവത്ഗീത തത്വങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തി നോക്കൂ. നമുക്ക് മാറ്റങ്ങൾ വരുന്നത് കാണാം. നമ്മൾ കുറച്ച് വിശ്വസിച്ച് തുടങ്ങുക. മാറ്റങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫെയ്ത്ത് കൂടുതൽ വളരും, വർദ്ധിക്കും. നമ്മൾ ഭഗവത്ഗീതയുടെ ഉറച്ച അനുയായിയായി മാറും. അത്തരം വ്യക്തികൾ അനധികൃത ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഇത് അവരെ ശാന്തരും സന്തോഷവാനും സംതൃപ്തനുമാക്കും. ഇതിനായിട്ട് നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. അതോടൊപ്പം ഭഗവത്ഗീത പറയുന്ന പല തത്വങ്ങളും പാലിക്കണം. എന്നാൽ നമ്മുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുകയും നമ്മൾ അന്തിമ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ശ്ലോകം 42. ഇത് ഇവിടുത്തെ അവസാനത്തെ ശ്ലോകം എന്ന് തോന്നുന്നു. അതെ, ഇതാണിത്. ഈ അധ്യായത്തിന്റെ അവസാനത്തെ ശ്ലോകം, ഇന്നത്തെ ക്ലാസ്സിലത്തെ അവസാന ശ്ലോകം. തസ്മാത് ജ്ഞാന സംഭൂതം ഹൃദസ്ഥം ജ്ഞാനാസ്തിനാത്മനഃ ചിത്തേനം സംശയം യോഗ മാതിഷ്ഠോതിഷ്ഠ ഭാരത. അങ്ങനെ അജ്ഞാനത്താൽ നിനക്കുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിന്റെ വാൾ കൊണ്ട് അറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭരത, യുദ്ധം ചെയ്യൂ. അപ്പൊ ഇത് അവസാനത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നത്, ജ്ഞാനമാകുന്ന വാളുകൊണ്ട് നിന്റെ എല്ലാ സംശയങ്ങളും മുറിക്കുക, എന്നിട്ട് ഉണർന്ന് യുദ്ധം ചെയ്യുക എന്ന ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള യോഗ സമ്പ്രദായം, സനാതന ധർമ്മം, ിന്റെ ശാശ്വതമായ ധർമ്മം അവർ ചെയ്യേണ്ടത് നേടുക. ഭൗതിക സമ്പത്ത് ഒരാൾ അത് ശുദ്ധമായ ആത്മീയ ലക്ഷ്യം വെച്ച് ചെയ്തില്ലെങ്കിൽ ഈ ത്യാഗം ഭൗതികമായി നിൽക്കും. ആത്മജ്ഞാനം, ആരാണ് ദൈവം എന്നത് അറിയുക, ആരാണ് നമ്മൾ എന്ന് അറിയുക. ദൈവമായിട്ട് നമ്മുടെ കൃഷ്ണുമായിട്ട് നമ്മുടെ ബന്ധം എന്താണെന്ന് അറിയുക. ഇതെല്ലാം അറിഞ്ഞാൽ അതാണ് ആത്മജ്ഞാനം.
അഥവാ സ്വയം അറിയുക. ഇത് ശുദ്ധമായ ആത്മീയ പ്രവർത്തനമാണ്. രണ്ടായിട്ട് വിഭജിക്കുക. സ്വയം അറിയുക, ഭഗവാനെ കൃഷ്ണന്റെ അംശങ്ങളാണ് നമ്മളെന്ന് അറിയണം. പരമദിവ്യാത്മ പുരുഷൻ ആരാണെന്ന് ഈ സത്യം കൃഷ്ണൻ വളരെ കരുണയോടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ചാപ്റ്ററിലൊക്കെ ഭഗവാൻ എന്തിനു അവതരിക്കുന്നു എന്ന് പറഞ്ഞു തന്നു, ഭഗവാന്റെ ദിവ്യ പ്രവൃത്തികൾ പറഞ്ഞു തന്നു. ഇതൊക്കെ ഈ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ ഒരു പാത പിന്തുടരുമ്പോൾ ഈ മേൽപ്പറഞ്ഞ രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ഭഗവത്ഗീതയുടെ രണ്ട് അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കും. ഞാൻ ആരാണ്, ഭഗവാനുമേൽ എന്റെ ബന്ധം എന്താണ് എന്ന്. ഭഗവാൻ തന്നെ ഇതൊക്കെ നിർദ്ദേശിച്ചു തന്നിട്ടും ഒരാൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ അവരെ ഒരു FOOL ആണ്, ഫുൾ നമ്പർ 1. പ്രഭുപാദർ പറയുന്നത് ഇങ്ങനെയാണ്: കൃഷ്ണൻ സ്വയം താൻ തന്നെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു തന്നിട്ട് മനസ്സിലാകാത്തത് ദൗർഭാഗ്യകരമല്ലേ, നിർഭാഗ്യവനാണ്. ഇത് അജ്ഞാത കൊണ്ടാണ് സംഭവിക്കുന്നത്. ഈ അജ്ഞത മാറുവാൻ ഒരേ വഴിയേ ഉള്ളൂ. അത് കൃഷ്ണ പ്രക്രിയ സ്വീകരിക്കുക എന്നതാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് നാമജപം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ചെയ്യുക എന്നത്. ഒരു അംഗീകൃത ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഭഗവത്ഗീത മുതലായ ഗ്രന്ഥങ്ങൾ പഠനം ചെയ്യുക, ഗുരുവിനെ ആശ്രയിച്ച് അദ്ദേഹത്തെ സേവിക്കുക. വ്യക്തിക്ക് വളരെ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് വളരെ എളുപ്പത്തിൽ ഭഗവത്ഗീത മനസ്സിലാക്കാൻ കഴിയും. ആരാണ് ഒരു അംഗീകൃത ഗുരു? പറഞ്ഞു തന്ന പോലെ ഗുരു പരമ്പരയിൽ വരുന്ന ആളാകണം അദ്ദേഹം. ഞാൻ പറഞ്ഞു, പ്രഭുപാദരുടെ നമ്മുടെ അംഗീകൃത ഗുരുക്കളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അദ്ദേഹം പരമ്പരയിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്ന വ്യക്തിയാണ് ഗുരു. പരമ്പരയിൽ വരുന്നത് കൃഷ്ണ പാലിക്കണം. പരമ്പരയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ നേരിട്ട് കൃഷ്ണനിൽ നിന്നും വരുന്നതവയാണ്. ഗുരു ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് കൈമാറുന്നു. അർജുനൻ എങ്ങനെ കൃഷ്ണനിൽ നിന്നും ഭഗവത്ഗീത മനസ്സിലാക്കിയോ അതുപോലെ നമ്മളും മനസ്സിലാക്കാൻ പറ്റും. കൃഷ്ണൻ തന്നെയാണ് പരമദിവ്യോത്തമ പുരുഷൻ. അത്തരം ഒരാൾ ഇതിനകം മോചിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് അങ്ങനെ നാമജപം ഹരേ കൃഷ്ണ നിത്യം ജപിച്ച്, ഭഗവത്ഗീത നിത്യം പഠിച്ച്, ഭഗവാനെ ആശ്രയിച്ച്, ഭക്തന്മാരോട് സേവിച്ച്, അവരെ ബഹുമാനിച്ചും അവരോട് നന്ദി ഉണ്ടായിട്ട് നമുക്ക് ജീവിക്കുകയാണെങ്കിൽ, കഴിഞ്ഞുകൂടിയാൽ നമുക്ക് മുക്തി ഉറപ്പാണ്. അപ്പോൾ ഇതിവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. എൻ്റെ വിനീതമായ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വളരെ നന്നായിട്ട് നമുക്ക് മാതാജി ക്ലാസ് എടുത്തു തന്നു. ജപം കൊണ്ടും ശ്രവണം കൊണ്ടും പഠനം കൊണ്ടും ഒക്കെ നമുക്ക് ഭക്തി വളർത്തേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മാതാജി പറഞ്ഞു തന്നു. അതുപോലെ തന്നെ കലിയുഗത്തിൽ ഏറ്റവും വലിയ യജ്ഞം എന്ന് പറയുന്നത് ഹരിനാമ ജപം തന്നെയാണ്. അതുപോലെ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും മാതാജി നമുക്ക് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാതാജിയോട് ചോദിക്കാം. ഹരേ കൃഷ്ണ. സംശയമില്ല എന്ന് കരുതുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് 3 സെഷൻസ് എടുത്ത ഗീതാ മഹാത്മ്യവും ഹരിനാമ മഹിമയും ഭഗവത്ഗീത ശ്ലോകങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു തന്ന 3 മാതാജിമാർക്കും വളരെയധികം നന്ദി. ഇനി നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നരസിംഹ പ്രാർത്ഥന ചൊല്ലാം. ഹരേ കൃഷ്ണ. നമസ്തേ നരസിംഹായ പ്രഹ്ലാദാഹ്ലാദദായിനേ ഹിരണ്യകാശിപൂർവക്ഷഃ ശീലഠാൻ കാനഖാലായേ ഇതോ നരസിംഹ പരതോ നരസിംഹ യത്തോ യാമി തത്തോ നരസിംഹ ബഹിർനരസിംഹ ഹൃദയേ നരസിംഹ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ
നാഗ അദ്ഭുത ശൃംഗ ദലിത ഹിരണ്യകശിപു തനുഭൃംഗ കേശവധൃത നരഹരിരൂപ ജയ ജഗദീശ ഹരേ जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरसिंहदेव जय नरहरि जय नरहरि जय नरहरि जय नरहरि जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय प्रह्लाद महाराज जय प्रह्लाद महाराज जय प्रह्लाद महाराज जय प्रह्लाद महाराज जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव निताय गौर हरि बोल हरि बोल हरि बोल निताय गौर हरि बोल ഹരേ കൃഷ്ണ. എല്ലാവർക്കും വളരെയധികം നന്ദി ഇന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്. ഇനി അടുത്ത ക്ലാസ് നമുക്ക് വെള്ളിയാഴ്ചയാണ്, സെയിം ടൈം. ഹരേ കൃഷ്ണ.